മാഷ് എന്തോ പറഞ്ഞ ബി.ജെ.പിയിലേക്കൊക്കെ പോയത് ഒരു മിസ്റ്റേക്ക് അന്ന് ബി ജെ ഇതിലാണ്, പി ഒന്നും അല്ലാതെ കേരളത്തിൽ ഇല്ല യുക്തിവാദിയാണ് സൂരജ്. നിങ്ങൾ പറയുന്നത്. പുനത്തിൽ കമല കുഞ്ഞബ്ദുള്ള സുരയ്യ ആരാന്നറിയാമോ? റോബിനെ ചരിത്രം ഇല്ലെങ്കിൽ പഠിക്കണം. കമല സുരയ്യ ഇസ്ലാം മതം സ്വീകരിച്ചതിന്റെ ഉടനെ അല്ല, തന്നെ കമല സുരയ്യയുടെ കാര്യം നമ്മൾ പറഞ്ഞിട്ടേ ഇല്ല. ഞാൻ പറഞ്ഞ പുനത്തിൽ കുഞ്ഞബ്ദുള്ള എന്ന് പറയുന്ന എന്നോടല്ല ആളുടെ പറയുന്നത്. കാര്യമാണ്. പുള്ളി ഒരു നിന്നോടല്ല ഡോക്ടർ പറയുന്നത്. ആയിരുന്നു, അതേപോലെ തന്നെ ഒരു നാടകങ്ങളോട് നോവലിസ്റ്റ് പറഞ്ഞിട്ട് ആയിരുന്നു. കാര്യമില്ല. പുള്ളിയെ കുറിച്ച് അറിയത്തില്ലെങ്കിൽ പോയി പഠിച്ചിട്ട് വാ. നാടകങ്ങളോട് പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മുടെ അല്ല, നിന്നെ പോലുള്ള വെറുതെ പന്നിക്കാട്ടങ്ങളോട് പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല. നീ ഷിഹാബുദ്ദീൻ മേത്തറുടെ ഈ ശവം തിന്നാൻ നടന്നവനല്ലേ? പന്നിക്കാട്ടൊന്നുള്ള ഉപയോഗിക്കില്ല, ഷിഹാബുദ്ദീൻ അറിയില്ലെങ്കിൽ മേത്തറുടെ ശവം നിങ്ങൾ തിന്നാൻ യുക്തിവാദി നടന്നവനല്ലേ നീ? കമ്മ്യൂണിസ്റ്റ് ആണെന്നൊക്കെ നിന്നെ പോലുള്ള പറയില്ലേ? പന്നിക്കാട്ടങ്ങളോട് പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല പണിയാ മൊയ്തു. കമല സുരയ്യ ഇസ്ലാം സ്വീകരിച്ചതിന് ശേഷം സ്വീകരിച്ച കമല സുരയ്യല്ല, മാധവിക്കുട്ടിയാണ് ഇസ്ലാം സ്വീകരിച്ച് കമല സുരയ്യ ആയത്. അതിനുശേഷം 2 സാഹിത്യകാരന്മാർ ഇസ്ലാം മറ്റ് ബുദ്ധമതം സ്വീകരിച്ചിട്ടുണ്ട്. അതിനകത്ത് ഒരാളാണ് പുനത്തിൽ കുഞ്ഞബ്ദുള്ള. എന്നിട്ട് പുനത്തിൽ കുഞ്ഞബ്ദുള്ളയുടെ ശവശരീരം എന്ത് ചെയ്തു? ഏത് മതാചാര പ്രകാരമാണ് സംസ്കരിച്ചത്? അതിനെ പറ്റിയിട്ട് എനിക്കറിയില്ല. പക്ഷേ സോബിന് അതുകൊണ്ട് എന്താ പുനത്തിൽ കുഞ്ഞബ്ദുള്ളയെ ഏത് മതാചാര പ്രകാരം അടക്കി? അതുകൊണ്ട് എന്താ അത് ഇത് പുള്ളി ഓപ്പൺ ആയിട്ട് ഇവിടെ ഈ പറയുന്ന ഷിഹാബുദ്ദീൻ മേത്തർ പറഞ്ഞതിൽ കൂടുതൽ TV ചാനലിൽ ഇന്റർവ്യൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്റെ ശവശരീരം ഇവിടെ സംസ്കരിക്കുന്നത് കത്തിച്ചു കളയണമെന്ന് പുള്ളി പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് ഇവിടെ എന്താണ് ചെയ്തത്? എന്ത് ചെയ്തു? പുള്ളിയുടെ മയ്യത്ത് നിസ്കാരം നടത്തി മയ്യത്ത് ചെയ്തു. ആ പുള്ളി മതം വിട്ടതിന് മതമല്ല, ഷബീന മേഡം ഒന്ന് പറയട്ടെ. പുള്ളി മതം വിട്ടതിന്റെ പേരിൽ പുള്ളിയുടെ ഭാര്യ പോലും പുള്ളിനെ ഉപേക്ഷിച്ച് പോയതാണ്. അത്തരത്തിൽ ജീവിതത്തിൽ നടപടി നേരിട്ട ഒരു വ്യക്തിനെ മരിച്ചു കഴിഞ്ഞപ്പോൾ പുള്ളി നിസ്സഹായനാണ്, അനങ്ങുവല ചടിക്കുവരെന്ന് കണ്ടിട്ട് ഈ മതവാദികൾ കൊണ്ടുപോയി പുള്ളിനെ കബറിൽ കൊണ്ടുപോയി മയ്യത്ത് നിസ്കാരം നടത്തി അടക്കി. അത് നോക്കുമ്പോൾ ഷിഹാബുദ്ദീൻ മേത്തർ എന്നല്ലേ പുള്ളിയുടെ ഭാര്യ മക്കളും ഉണ്ടായിരുന്നു. എന്റെ അച്ഛന്റെ അല്ല എന്റെ ഭർത്താവിന്റെ പേരിൽ ഒരു മതചടങ്ങും ചെയ്യാൻ പറ്റുമെന്ന് പറയാനായിട്ട് അവരുണ്ടായിരുന്നു. ആ ആരും അവർ കാണിക്കുകയും ചെയ്തു. അവിടെ ഒരു അവർക്ക് ഇപ്പൊ ഒരു യുക്തിവാദിനെ സംബന്ധിച്ച് ഈ പറയുന്നത് ഞാൻ ആദ്യം പറഞ്ഞ പറയാം. ഈ പറയുന്ന ഇലക്ട്രിക് ശ്മശാനാണെങ്കിലും മെഡിക്കൽ കോളേജ് രാജൊന്ന് പറയട്ടെ രാജ എന്താണിത് രാജ പറയട്ടെ. അല്ല, ഒരു യുക്തിവാദിനെ സംബന്ധിച്ച് മെഡിക്കൽ കോളേജിലെ പഠന മുറിയാണെങ്കിലും ഇലക്ട്രിക് ശ്മശാനമാണെങ്കിലും ഈ പറയുന്ന പള്ളിയുടെ 6 അടി മണ്ണാണെങ്കിലും ഒരുപോലെ തന്നെയാണ്. പക്ഷെ അവിടുത്തെ ഉള്ള പുള്ളി ഈ ഒരു ശവശരീരം എന്നെ സംബന്ധിച്ച് എന്റെ മക്കൾക്കോ എന്റെ ഭാര്യയ്ക്കോ ഇത് രണ്ടും ഒരിക്കലും കേട്ടോ, അവർക്കുള്ള അതേ അവകാശം എന്റെ അമ്മയ്ക്കും എന്റെ സഹോദരന്മാർക്കും എന്റെ ശവശരീരത്തിലുണ്ട്. അത് രാജയുടെ ആണെങ്കിലും ഷഫീനയുടെ ആണെങ്കിലും സൂരജിനുണ്ട്. ഇപ്പം ഈ പറയുന്ന ഷിഹാബുദ്ദീൻ മേത്തറുടെ സഹോദരങ്ങൾ പറഞ്ഞു ഞങ്ങളുടെ ഇവിടെയുള്ള ഇത് വെച്ചിട്ട് ഇങ്ങോട്ട് കൊണ്ടുവരും, ഇവിടെ പള്ളിയിൽ നമുക്ക് സംസ്കരിക്കണം, അല്ലെങ്കിൽ ഞങ്ങൾക്ക് അത് ബുദ്ധിമുട്ടാണ്. ഇത് ചെവി കൊടുക്കുക എന്നുള്ളതാണ് ഒരു യുക്തിവാദിയുടെ ധർമ്മം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് നമ്മൾ അവരെ യുക്തിവാദി എന്നും മറ്റുള്ളവരെ മതവാദികളെന്നും വിളിക്കുന്നത്. ഒരു മതവാദികളെ സംബന്ധിച്ച് രാജ ഒരു കാര്യം പറയട്ടെ. വിഷയം ഈ ബാലൻസിംഗ് എനിക്ക് താല്പര്യമില്ല. ബാലൻസിംഗ് നമ്മൾ ഇതാണ് രാജ ബാലൻസിംഗ് എന്ന് പറയുന്നത്. ഇതാണ് രാജാനെ ഞങ്ങൾ ഹമാസ് രാജ എന്ന് വിളിക്കുന്നത്. ഇത് നമ്മൾ ഈ ഷിഹാബുദ്ദീന്റെ കാര്യമല്ല പറയുന്നത്. ഇവിടെ നിൽക്കും. ഇതിനകത്ത് ഈ പറയുന്ന സഹോദരൻ ഒരു യുക്തിവാദി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ പ്രാക്ടിക്കലായിട്ട് ചിന്തിച്ച് അതിനനുകൂലമായിട്ട് തീരുമാനം എടുക്കാവുന്നതാണ്. ഒരു മതവിശ്വാസിയാണെങ്കിൽ അവൻ പറയും എല്ലാ പൂജകളും ചെയ്ത് എല്ലാ മതപരമായിട്ട് ചടങ്ങുകളും ചെയ്ത് മാത്രമേ എന്റെ ഭർത്താവിനെ അല്ലെങ്കിൽ എന്റെ അച്ഛനെ അടക്കാൻ അനുവദിക്കുന്നുള്ളത്. അവർ യുക്തിവാദികളായതുകൊണ്ട് പ്രാക്ടിക്കലായിട്ട് അവർ ചിന്തിച്ചു, പ്രാക്ടിക്കലായിട്ട് ഏറ്റവും നല്ലൊരു തീരുമാനം അവരെടുത്തു. അത്രേ ഉള്ളൂ. അത് മനസ്സിലാക്കാനായിട്ട് രാജാനെ പോലെയുള്ള അഭിനവ കേവല കമ്മ്യൂണിസ്റ്റ് സംഖ്യകൾക്ക് പറ്റും. അത് ശരിയായ നിലപാടാണ്. ഒരുപാട് യുക്തിവാദികളുടെ വീട്ടുകാർ ഇതേപോലെ നിർബന്ധപൂർവ്വം പറഞ്ഞ് അടക്കം ചെയ്യണമെന്ന് പറയുമ്പോൾ പറ്റത്തില്ല എന്ന് വാശി പിടിച്ച് യുക്തിവാദി സംഘടനകൾ അവരെ കൊണ്ടുപോയി അവർ ആഗ്രഹിച്ച രീതിയിൽ തന്നെ അടക്കം ചെയ്തിട്ടുണ്ട്. ഡെഡ് ബോഡിക്ക് കൊടുക്കേണ്ട റെസ്പെക്ട് തീർച്ചയായിട്ടും അവരവരെ കൊടുത്തിട്ടുണ്ട്. ഈ പറയുന്ന മുസ്ലിങ്ങൾ ഇത് അനുവദിച്ചു കൊടുക്കുമ്പോൾ രാജയല്ല ഞാൻ പറഞ്ഞങ്ങ് തീർത്തോട്ടെ. എനിക്ക് ശ്വാസമുട്ടലുള്ളതാണ്, വെറുതെ എന്നെ ചൂടാക്കില്ലേ. ഈ കബറിൽ കൊണ്ടുവച്ചിരിക്കുന്ന ആ മയ്യത്ത് അവിടെ സ്വസ്ഥമായിട്ട് കിടന്നോട്ടെ. ഇനി ആ ഒരു ഏരിയയിലേക്ക് ആരും പോകുന്നില്ല, ശല്യം ചെയ്യുന്ന വെറുതെ ഇരിക്കുക. UV നവാസിനെ പോലുള്ളവരെന്ന് വെല്ലുവിളിക്കുമ്പോൾ അത് തോണ്ടി പുറത്തിട്ട് എടുത്ത് കത്തിക്കാൻ പറയും നാട്ടുകാർ. അത്രേ ഉള്ളൂ. അവർക്ക് ഒപ്പം നിൽക്കേണ്ടി വരും എന്നുള്ളതാണ് പറയുന്നത്. അത് മനസ്സിലാക്കുക. ആ മനുഷ്യനിക്ക് ഒറ്റമെങ്കിലും ഓണറോ മര്യാദയോ കൊടുക്കുന്നുണ്ടെങ്കിൽ ഇത്തരം പോക്കൃത്തരങ്ങൾ വീണ്ടും ഇരുന്നുകൊണ്ട് പറയരുത്. നിങ്ങൾ ഇസ്ലാമിനെ അവഹേളിക്കുന്നവരാണ് എന്നുള്ളത് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് അയാൾക്ക് അവിടെ സ്പേസ് കൊടുത്തത്. അവിടെ ആരും നിർബന്ധിച്ച് വലിച്ചുകൊണ്ട് പോയി കുഴിച്ചിട്ടതല്ല. ഈ പറയുന്ന ഭാര്യയ്ക്കും മക്കൾക്കും പൂർണ്ണ അധികാരം ഉണ്ടായിരുന്നിട്ട് ആ സ്ത്രീ മൗനം അവലംബിച്ചു, അത് അനുവദിച്ചു കൊടുത്തു. എന്നിട്ട് പിന്നെ എന്റെ മാപ്പിളെ അപമാനിക്കാൻ അവർ കരഞ്ഞിട്ടൊന്നും കാര്യമില്ല. അദ്ദേഹം ജീവിച്ചിരുന്നപ്പോൾ എന്ത് ചെയ്തു, ആരായിരുന്നു, ഇതൊന്നും അല്ല ഇവിടുത്തെ വിഷയം. മരണശേഷം ആ ഡെഡ് ബോഡി ചെയ്യേണ്ട രീതിയിൽ കൃത്യമായി കബറടക്കം ചെയ്യാതെ അവിടെ കൊണ്ട് കൊടുത്തത് തെറ്റ്. ഇനി അതിന്റെ മേലിരുന്ന് ചൊറിയുന്നത് നാണക്കേട്. അത്രേ ഞാൻ പറഞ്ഞുള്ളൂ. അടങ്ങിയാൽ നല്ലത്. ഇപ്പുറത്ത് നിൽക്കുന്ന ഒരു മൈക്ക് എടുക്കും. അത്രേ ഞാൻ പറഞ്ഞുള്ളൂ. മനസ്സിലായില്ലേ? പിന്നെ സംഘി എന്തിനാണ് സംഘി ഇതിന്റെ ഇടയിൽ കിടന്ന് കളിക്കുന്നത്? സമാധിയുടെ കാര്യം പോയി അന്വേഷിക്കും. നാരായണഗുരുവിന്റെ കേസ് ഞാൻ എടുക്കണോ? പറയണോ? നാരായണഗുരു നിരീശ്വരവാദി നമ്പർ 1 ആയിരുന്നു. അദ്ദേഹത്തിന് ഈ പറയുന്ന ഒരു സുനായും ഇല്ലായിരുന്നു. അദ്ദേഹത്തിന്റെ അടുത്ത് മരിക്കുന്നതിന് മുമ്പേ ചോദിച്ചിരുന്നു എന്ത് ചെയ്യണം താങ്കൾ മരണശേഷം, താങ്കൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ പറഞ്ഞ് ചക്കിലാട്ടിയിട്ടേ തെങ്ങുമൂട്ടിന് വളമായിട്ട് ഇടാൻ അങ്ങനെ പറഞ്ഞു. അങ്ങനെ പറഞ്ഞ മനുഷ്യനെ സമാധി കുത്തിയിരുത്തി ദൈവമാക്കി 120 പവനും ഇട്ട് അവിടെ പൂജിക്കുന്നു. ഒറ്റവാക്കുകൾ. അല്ല ഷെബിനോടും ഈ UV-യുടെ കാര്യം പറഞ്ഞതിനോട് പൂർണ്ണമായിട്ട് ഞാൻ യോജിക്കുന്നു. കാരണം ഞാൻ കണ്ടതാണ് ഒരാഴ്ച മുന്നേ UV, കൈപ്പള്ളി നിഷാദ്, മറ്റേ ആരിഫ് ഹുസൈൻ, ഇങ്ങനെ 3-4 പേരിരുന്ന് ഒന്നിച്ചൊരു പ്രോഗ്രാം ആരിഫ് ഹുസൈൻ തിരുവോത്തിന്റെ ഇത് നടത്താണ്. അത്ര ഹൃദയ ബന്ധമുള്ള ഒരു വ്യക്തി മരിച്ചു കിടക്കുമ്പോൾ അവർ പട്ടാമ്പിയിലാണെങ്കിൽ പട്ടാമ്പി പോയി കണ്ടിട്ട് വീട്ടോട്ട് പോകല്ല എന്നെ സാധാരണ മനുഷ്യർ ചെയ്യുന്നത്. ആ മൃതദേഹത്തിനോടൊപ്പം ഈരാറ്റുപേട്ട
അല്ലെങ്കിൽ തൃശ്ശൂരാണ് തൃശ്ശൂർ, അല്ലെങ്കിൽ തിരുവനന്തപുരമാണ് തിരുവനന്തപുരം. സുബിനെ അല്ല യു അല്ല പറയട്ടെ പറയട്ടെ ഒരു മിനിറ്റ് ഇതൊന്നും പറയട്ടെ, ഒറ്റ മിനിറ്റ് ഒരു കാര്യം ഇതൊന്ന് പറഞ്ഞു പൂർത്തിയാക്കി ഇത്രയും പറഞ്ഞല്ലേ, ഇതൊന്ന് ഒരു പറയട്ടെ. മിനിറ്റ് സുബിനെ, ഞാൻ ഒരു കാര്യം ഓക്കെ പറയട്ടെ. ഇത് ഒന്നാമത് യുവിനെ ഈ സംഭവത്തിൽ ഉണ്ടല്ലേ? ഒരു മിനിറ്റ്. ഇവിടെ എന്താ പറയാ, ഒന്നാമത് ആ സമയത്ത് മരിച്ചു കിടക്കുന്ന സമയത്ത് ഭാര്യ കൃത്യമായിട്ട് പറയുകയും ചെയ്തെന്നാൽ അതിന് ഫൈറ്റ് ചെയ്യാനുള്ള മൂടൊന്നായിരിക്കും അവർക്ക് ഉണ്ടാകുക. കാരണം സ്വന്തം ഭർത്താവ് മരിച്ചു കിടക്കുകയാണ്, അതിന്റെ വിഷമവും ഇതൊക്കെ താങ്ങാതിരിക്കുന്നുള്ള ഒരു ഇതിലായിരിക്കും പുള്ളി ഉണ്ടാകുക. ഓക്കെ, എങ്കിലും ഒരു മിനിറ്റ് ഷാബിനെ പ്ലീസ്. ഓക്കെ, അപ്പൊ അത് അതങ്ങനെ കുഴിച്ചിട്ടു അങ്ങനാക്കി ഇങ്ങനാക്കി എന്ന് പറയുന്ന ഷിഹാബ്കാരനോട് എനിക്ക് ആദരവുണ്ട്. അദ്ദേഹത്തിന് എനിക്ക് വളരെ ഇഷ്ടമാണ്. പക്ഷെ അങ്ങനെയൊക്കെ പറയുന്നതോട് എനിക്ക് വിയോജിപ്പുണ്ട്. ഷബീന, ടീച്ചർ ഇട്ട പോസ്റ്റ് ജിന്ന് കണ്ടിരുന്നോ? ഫേസ്ബുക്കിലെ പോസ്റ്റ് കണ്ടിരുന്നോ? അങ്ങനെ അത്ര നിസ്സഹായക ആണെങ്കിൽ അങ്ങനെ ഒരു പോസ്റ്റ് ഞാൻ ഇറങ്ങുവാണ് ഒരു സെക്കൻഡ്. ജിന്നെ യുവിനെ പറഞ്ഞപ്പോൾ ജിന്നിന് ഭയങ്കരമായിട്ട് വേദന എടുത്തു. 40 വയസ്സായടാ, ഞാൻ കുഴിയിലോട്ട് കാര്യം നീട്ടിയിരിക്കണം. ഈ വയസ്സാൽ നീ എന്നെ നന്നാക്കാൻ വരല്ലേ? എന്തെന്നൊരു അതിശയാണ് സോബിനെ. ഒരു മിനിറ്റ് എന്റെ ജിന്നെ, ഞാൻ സംസാരിച്ചോണ്ടിരുന്നപ്പോൾ ഇടയ്ക്ക് കയറിയല്ല ജിന്ന് സംസാരിച്ചത്. ഒരു സെക്കൻഡ് എനിക്ക് ഒരു കാര്യം കൊണ്ടുവെക്കടാ ചിന്ന, എന്തിനാടാ ഇവനോട് വെച്ചിരിക്കുന്നത്? അല്ല ഒരു കാര്യം പറഞ്ഞു എന്റെ പണി അതൊന്നും അല്ല നമ്മുടെ സംസ്കാരം. അതൊക്കെ നമുക്ക് പറയാം. ഒരു സെക്കൻഡ്, സവർക്കർ യുക്തിവാദിയായിരുന്നു. സവർക്കർ യുക്തിവാദിയാണ്. എന്നിട്ടും അങ്ങനെ സവർക്കർ യുക്തിവാദിയാണ്, അതറിയില്ലേ? അങ്ങനെ യുക്തിവാദിയായിരുന്നു. അത് മാത്രമല്ല അങ്ങേരുടെ ഭസ്മം അവിടെ എടുത്ത് വെച്ചിരിക്കുന്ന പെട്ടിക്കകത്ത്. അല്ല ഷബീന, ഇവനെ ഈ ഒട്ടും സമയം എടുക്കില്ല. അല്ല, ഇതിനകത്ത് യുവി നവാസിന്റെ നിലപാടിനോടോ കാര്യങ്ങളോടോ ഒന്നും യോജിപ്പില്ല. ഞാൻ പറഞ്ഞത് എന്റെ നിലപാടാണ്. അത് യുവി നവാസ് വീഡിയോ ചെയ്തത് അവന് ചിലപ്പോൾ വരുമാനം ഉണ്ടാക്കാനായിട്ട് മറ്റു കാര്യങ്ങളായിരിക്കും. ഒരാഴ്ച മുന്നാണ് ആരിഫ് ഹുസൈൻ തിരുവോത്തും ഈ പറയുന്ന യുവി നവാസും കൈപ്പള്ളി നിഷാദും ഒക്കെ കൂടി വീഡിയോ ചെയ്തത്. ആ വീഡിയോ ചെയ്ത സമയത്ത് ഇവിടെ ഒരു ബോഡി ലാംഗ്വേജ് കണ്ടു കഴിഞ്ഞാൽ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളൊക്കെയാണ്. അത്തരം ഒരു സുഹൃത്തിന്റെ മരണ വിവരം അറിയുമ്പോൾ പട്ടാമ്പിയിൽ പോയി ചെന്ന് കണ്ടിട്ട് ഈ പറയുന്ന കാലയിലെ പൊടിയും തൂത്ത് അല്ല കയ്യിലെ പൊടിയും തൂത്ത് വീട്ടിൽ പോകല്ല ഒരു ഉത്തമ സുഹൃത്ത് ചെയ്യേണ്ടത്. അത് യുവി നവാസ് ആണെങ്കിലും മറ്റേ പ്രതീഷ് വിശ്വനാഥനാണെങ്കിലും അവർ ഈ പറയുന്ന ഈരാറ്റുപേട്ട ചെല്ലണം. പ്രത്യേകിച്ച് ഇങ്ങനെ ഒരു കോൺട്രവേഴ്ഷ്യൽ ആയിട്ടുള്ള ഒരു സംഭവം അതിന്റെ കൂടെ നിൽക്കണം. അതിന് എന്തൊക്കെ സഹായം ചെയ്യാമോ അല്ലെങ്കിൽ അതിന്റെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ അതിനൊക്കെ പരിഹാരം ചെയ്യണം. അതൊന്നും ചെയ്യാതെ വീട്ടിൽ പോയി അകത്ത് കയറി ഇരുന്നിട്ട് ഒരാഴ്ച കഴിഞ്ഞിട്ട് ഇത്ര യൂട്യൂബ് വരുമാനത്തിന് വേണ്ടി വീഡിയോ ചെയ്ത് കുത്തിത്തിരിപ്പുണ്ടാക്കുന്ന യുവി നവാസുകളെ ഒന്നും നമ്മൾ വിലവെക്കേണ്ട കാര്യമില്ല. അവനൊക്കെ ഭൂലോക ഫ്രോഡാണെന്ന് മാത്രമേ എനിക്ക് യുവി നവാസിനെ കുറിച്ച് പറയാനുള്ളൂ. ഓക്കെ, ഒറ്റൊരു കാര്യം കൂടി ഞാൻ പറയാം. കാരണം ഒറ്റ ഈ ഒരു കാര്യം കൂടി പറഞ്ഞു തീരാൻ. ഓക്കെ, അപ്പോ ഞാൻ ഇത്രേ പറയുന്നുള്ളൂ. ഇവിടെ ഷിഹാബ് മരിച്ചതിന് ശേഷം നടത്തിയ കൊലവിളികളും തീവ്രപരമായിട്ടുള്ള ആഹ്വാനങ്ങളും ഒക്കെ അദ്ദേഹത്തിനോട് ചെയ്ത ഏറ്റവും നീചമായ പ്രവർത്തികൾ ചെയ്ത സുഡാപ്പികളെ ഒരിക്കലും എനിക്ക് അനുകൂലിക്കാൻ പറ്റത്തില്ല. നിങ്ങളൊക്കെ അത് അനുകൂലിക്കുന്നുണ്ടെങ്കിൽ ഞാൻ തായിരിക്കും. ഒരു കാരണവശാലും എനിക്ക് അനുകൂലിക്കാൻ പറ്റും. അതല്ലല്ലോ ജിന്നെ സംസാരിക്കുന്നതല്ലോ ജിന്നെ. ഇത് ശവസംസ്കാരത്തിന് ശേഷം ഉയർന്ന വിവാദങ്ങളല്ലേ വിഷയം. ആരെ അദ്ദേഹത്തിന് അവഹേളിക്കാനോ ഷിഹാബിനെ മോശം പറയാനോ അല്ല ഈ ക്ലബ്ബ്. അതിന് മേളിൽ ഞാൻ അങ്ങനെയല്ല എഴുതിയിരിക്കുന്നത്. ഷിഹാബുദ്ദീൻ മേത്തരുടെ കബറടക്കമൊന്നുമില്ലേ? അതിനകത്ത് വേറെ തെറ്റായിട്ടൊന്നുമില്ലല്ലോ. വിഷയം ആ മയ്യം അവിടെ കിടക്കുന്നു, ആ മയ്യത്തിന് റെസ്പെക്ട് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഇപ്പുറത്തുള്ളവർ മൗനമായിട്ടിരിക്കുക. അല്ലെങ്കിൽ അതിനെ എടുത്ത് വെച്ച് എല്ലാവരും അലക്കും. അത് കാണേണ്ടി വരും. അത്രേ ഉള്ളൂ. പ്രത്യേകിച്ച് യുവി നവാസ് അത് കുത്തിപ്പൊക്കിക്കൊണ്ട് വരരുത്. അത്രയുള്ള യുവി നവാസ് അത് കുത്തിപ്പൊക്കിക്കൊണ്ട് വന്നാൽ ആ കബർ കുത്തിക്കളച്ച് അത് മയ്യം എടുത്ത് അവർ പുറത്തിടും. അതിനുള്ള അവസരം ഒഴുക്കാതിരിക്കുക എന്നുള്ളതാ പറഞ്ഞത്. നമ്മൾ ഈ രണ്ട് ഭാഗവും ചിന്തിക്കണേ. അപ്പുറത്തുള്ള ഒരു കല്ലും കരിക്കട്ടെയൊന്നും അല്ലല്ലോ, മനുഷ്യരല്ലേ. അവരെ അവഹേളിക്കല്ലേ ചെയ്യുന്നത്. നമ്മൾ എനിക്ക് എന്തോ ഒരു അവഹേളനം ഉണ്ടായിട്ടുണ്ട് ജിന്നെ. എമ്മാതിരിയല്ല എന്നെ എടുത്ത് കൊടുത്തിട്ടുണ്ട്. ഇവിടെ 9 റൂമൊക്കെ നടന്നില്ലേ എന്നെ തെറി വിളിച്ചോണ്ട്. അതുകൊണ്ട് നമ്മൾ പറയും തിരിച്ചു കിട്ടും. എല്ലാത്തിനും ഒരു ഓപ്പോസിറ്റ് റിയാക്ഷൻ ഉണ്ടാവും എന്നുള്ള പ്രതീക്ഷിച്ചുള്ള. പക്ഷെ ഇപ്പോ ന്യായം ഈ പറയുന്ന ഇസ്ലാമിന്റെ ഭാഗത്താണ്. അത് മനസ്സിലാക്കുക. ആ മൗനമായിരിക്കുന്നത് വിവൃത്തി. ഇല്ലെങ്കിൽ മര്യാദയാണ് ആ ശവശരീരത്തിന് മര്യാദയാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നെങ്കിൽ എടുത്തുകൊണ്ടുപോയി അതിനെ റെസ്പെക്ട്ഫുള്ളി അദ്ദേഹം എന്ത് ആഗ്രഹിച്ചു അത് ചെയ്യാനുള്ള വഴി ആലോചിക്കുക. അല്ലാതെ അവിടെ കിടന്നിട്ട് പിന്നെ മുഹമ്മദ് നബി കൊള്ളൂല, പിന്നെ അത് കൊള്ളത്തില്ല, പിന്നെ അവർ കൊള്ളത്തില്ല, പിന്നെ അവർ മറ്റവരാണ്, മറ്റേ ഗുരു, ഈ കുത്തിത്തിരിപ്പ് പറയല്ലേ. ഈ യുവി നവാസിനെ പോലുള്ളവരാണ് സത്യം പറഞ്ഞാൽ ഇല്ലാത്ത സ്പർദ്ധത ഇവിടെ ഉണ്ടാക്കുന്നത് പരസ്പരം. അതേപോലെ ഈ തക്കാളി തലോടിയും കണക്കാണ്, യുവി നവാസും കണക്ക്. രണ്ടും ഒരമ്മ പെറ്റ മക്കളാണ്. ഓക്കെ, അപ്പം ഷബീന ഇവിടെ പറയാൻ ശ്രമിക്കുന്ന പോയിന്റ് ഇത്രയേ ഉള്ളൂ. അതായത് പൊതുവെ ഇസ്ലാം സമൂഹത്തിന്റെ ഭാഗത്തുനിന്ന് ഷിഹാബുദ്ദീൻ ഭായിയുമായിട്ട് ബന്ധപ്പെട്ട് യാതൊരു അനാദരവും ഉണ്ടായിട്ടില്ല. അവരവരുടെ പള്ളിയിൽ അടക്കാൻ സംഭവിച്ചിട്ടുണ്ട്. അതേസമയം ക്ലബ് ഹൗസിലെ ചില ഇസ്ലാം ഹാൻഡിലുകൾ അദ്ദേഹത്തിനോട് വളരെ മോശമായിട്ട് തന്നെയാണ്. ഒരാൾ പറഞ്ഞ ആശയത്തിന്റെ പേരിൽ അയാളോട് വളരെ മോശമായിട്ട് പെരുമാറുക എന്നുള്ളത് അംഗീകരിക്കാത്ത രീതിയല്ല. അതിനോട് എന്തായാലും നമുക്കൊട്ട് യോജിപ്പില്ല. പക്ഷേ കാരണം ചെയ്ത് പലപ്പോഴും പൊതുവെ ഇസ്ലാം മതത്തിനെയും പൊതുവെ മുസ്ലിം സമൂഹത്തെ മൊത്തം ആക്രമിക്കാൻ വേണ്ടിയുള്ള ഒരു അവസരമാക്കി മാറ്റാൻ ഉള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. അതുകൊണ്ടാണ് അവരുടെ ഭാഗത്തുനിന്ന് അവർ മാന്യമായിട്ട് തന്നെ അവരുടെ പള്ളിയിൽ അടക്കാൻ സംബന്ധിച്ചു എന്നുള്ളത് അവരുടെ ഭാഗത്ത് സഹിഷ്ണുതയായിട്ട് തന്നെ കണക്ക് കൂട്ടേണ്ടതാണ്. ആ കാര്യത്തിൽ നമ്മൾ എന്തിനാണ് തർക്കത്തിലായിട്ട് പോകുന്നതാണ് ഒരു ചോദ്യം. യൂണിറ്റ് പറയും ഇതിൽ. അതെ, ഞാനും ഈ അഭിപ്രായക്കാരനാണ്. കാരണം എന്താ വെച്ചാൽ ഇപ്പോൾ നമുക്ക് കിട്ടുന്ന വിവരങ്ങൾ വെച്ചിട്ട് വളരെ നല്ല രീതിയിൽ ഇവിടെ ടീച്ചറാണ് ഇദ്ദേഹത്തിന്റെ ഭാര്യ, അത്യാവശ്യം വിദ്യാഭ്യാസം ഉണ്ട്, കാര്യങ്ങളിൽ ഇടപെടാനുള്ള കഴിവുണ്ട്. എന്നിട്ട് പോലും അവരത് വയലേറ്റ് ചെയ്യുമ്പോൾ
ഒന്നും വേണ്ടത്ര ശ്രദ്ധിക്കാൻ കഴിയാത്തതായിരിക്കാം എന്നൊരു ഇമാജിനേഷനാണ് ജിന്ന് പറഞ്ഞത്. അങ്ങനെയൊന്നുമല്ല, അവർ വിദ്യാസമ്പന്നയാണ്, കഴിവുള്ള ആളുകളാണ്, അവരുടെ ലൊക്കേഷനാണ്, അവർക്ക് കോടതിയെ വരെ സമീപിക്കാനുള്ള റൈറ്റ് ഉണ്ട്, ഭാര്യയാണ്, ഒന്നാമത്തെ അവകാശിയാണ്. എന്നിട്ടും ഇങ്ങനെയൊക്കെ സംഭവിച്ചിട്ടും അപ്പുറത്തെത്തി പള്ളി കോമ്പൗണ്ടിൽ കാര്യങ്ങൾ എത്തിയിട്ടും ഇവിടെ നേരത്തെ സോബിൻ പറഞ്ഞല്ലോ മതപരമായ ഒന്നും ചെയ്തിട്ടില്ല. ഈ മരണാനന്തര ചടങ്ങിൽ പങ്കെടുത്ത അമീദ് മേത്തനോട് നേരിട്ട് ചോദിച്ചറിഞ്ഞ വിവരത്തിൽ നിന്ന് മനസ്സിലായത് അവിടെ വീടിന്റെ ഉള്ളിൽ നിന്ന് മയ്യത്ത് നിസ്കാരം അടക്കമുള്ള കർമ്മങ്ങൾ അവരുടെ കുടുംബക്കാർ ചെയ്തിട്ടുണ്ട് എന്നാണ് അറിയുന്നത്. അപ്പൊ മതപരമായ ചടങ്ങും അവിടെ ചെയ്തിട്ടുണ്ട്. യൂണിറ്റി അവർ മാത്രമല്ല, ഈ കൂട്ടുകാർ എന്ന് പറയുന്ന ആള് അത് രേഖപ്പെടുത്തുന്നുണ്ട്. അവിടെ ഖുർആൻ വായിച്ചെന്നും മതചടങ്ങുകൾ നടത്തുമ്പോൾ ഇവർ വിലക്കിയിട്ടുണ്ടെന്നും പറഞ്ഞു. ഇവരത് വിലക്കി എന്ന് പറയുന്നുണ്ട്. ഇവര് കുടുംബക്കാർ, അതായത് ഭാര്യയും അത് കുറച്ച് ഖുർആൻ വായിക്കുമ്പോൾ വിലക്കിയിട്ടുണ്ടാകാം. ഇവിടെ അമീദ് മേത്തർ പറഞ്ഞ അകത്തുനിന്ന് അടുത്ത ബന്ധുക്കളിൽ ചില ആളുകൾ മയ്യത്ത് നമസ്കാരം നടത്തി മയ്യത്ത് നേരെ പള്ളിയുടെ ഖബർസ്ഥാൻ കോമ്പൗണ്ടിലേക്ക് കൊണ്ടുപോവുകയും അവിടെ മറമാടുകയും അങ്ങനെ മറമാടുന്ന ഇടയിൽ അതിന്റെ അവസാന ഘട്ടത്തിൽ വെക്കുന്ന സ്ലാബിനെ ചൊല്ലി ചെറിയ അസ്വാരസ്യങ്ങൾ ഉണ്ടായി, എങ്കിലും അത് പരിഹരിച്ച് മറവ് ചെയ്തു പോരുകയാണ് ഉണ്ടായത് എന്നാണ് അദ്ദേഹത്തിന്റെ അറിവെന്ന് പറഞ്ഞത്. അപ്പൊ അവിടെ മതപരമായ ചടങ്ങും ഈ മയ്യത്തിന്റെ മുകളിൽ അവിടെ നടത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ ഭാര്യ, മക്കള്, അല്ലെങ്കിൽ അവരും ഈ സ്വതന്ത്ര ചിന്തകരായിട്ട് പോലും അവർക്കൊക്കെ അവിടെ നിസ്സഹായരാകേണ്ടി വന്നു എന്നിടത്ത് എന്തുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിക്കേണ്ടെങ്കിൽ ഈ പ്രസ്ഥാന ബന്ധുക്കളല്ലേ ചെല്ലേണ്ടത്. അത് ചെല്ലും ചെയ്യാതെ എന്നിട്ടൊക്കെ കഴിഞ്ഞിട്ട് അവസാനം ഈ വലിയ ഒരു ഖബർസ്ഥാനിൽ ഇത്രയും വിശാലത കാണിച്ച സംവിധാനങ്ങൾ ഒരുക്കിയ ആളുകളെയും അത് ഉൾക്കൊള്ളുന്ന കമ്മ്യൂണിറ്റിയെയും വീണ്ടും അവഹേളിക്കും, തെറി പറയും, കുറ്റപ്പെടുത്തും. അതുപോലെ നേരത്തെ രാജ പറഞ്ഞ പോലെ അത് മൊത്തത്തിൽ ഒരു മുസ്ലിങ്ങളെ മോശമായി ചിത്രീകരിക്കാൻ ഉപയോഗിക്കും ചെയ്യുന്ന ആ ഒരു പ്രവണത അത് അപലപനീയമാണ്. അത് നിർത്തേണ്ടതാണ്. അത് നിർത്താത്തോടത്തോളം അപ്പുറത്തുള്ള ആളുകൾ ഇവിടെ മരണം ആഘോഷിച്ച ആളുകളെ ആഘോഷത്തിന് ശരിവെക്കലാകുമത്. നിങ്ങൾ ഇപ്പുറത്ത് പറയുന്നത് ഞങ്ങൾ ആരും തന്നെ ഇവിടെ സംസാരിച്ച ആരും തന്നെ മരണം ആഘോഷിച്ച് സംസാരിച്ച അന്നത്തെ ആഘോഷത്തിന് ആരും ഉൾക്കൊണ്ടിട്ടില്ല, ശരി വെച്ചിട്ടില്ല. അത് നബീൽ പോലത്തെ ഏതോ ആളുകൾ വന്ന് അങ്ങനെ ഉണ്ടായതാണെന്ന് ഇവിടെ പറയും ചെയ്തു. പക്ഷെ അത് തലോടി പോലും അതിനെ ആദ്യം റൂമിട്ടിരുന്നത് ഇദ്ദേഹത്തിന്റെ അനുശോചനത്തിലായിരുന്നു. ആ ഒരു ഇതില അത് പിന്നീട് അങ്ങനെ ഡൈവേർട്ട് ചെയ്ത് പോയതാണെന്നാണ് അറിയാൻ കഴിഞ്ഞത്. അപ്പൊ ഇനി നവാസിനെ പോലത്തെ ആളുകളെ ഈ മുസ്ലിം കമ്മ്യൂണിറ്റി ഖബർസ്ഥാൻ ഉൾക്കൊള്ളുന്ന സംഘടനയിൽ അത് കൈകാര്യം ചെയ്യുന്ന ആളുകളിൽ മൊത്തത്തിൽ ഈ പ്രതിക്കൂട്ടിലാക്കാൻ വേണ്ടി ഇത് എടുക്കുന്നത് ഈ പറഞ്ഞ പോലെ നമ്മളൊക്കെ വിശ്വാസപ്രകാരം അന്ത്യവിശ്രമം കൊള്ളുന്ന ഈ വ്യക്തിയോടുള്ള ഒരു അനാദരവാണെന്ന് ബന്ധപ്പെട്ട ആളുകൾ മനസ്സിലാക്കിയാൽ നല്ലത് തന്നെയാണ്. താങ്ക് യു. റംഷാദ് ഒരുപാട് നേരമായി വന്നിട്ട് റംഷാദ് പറഞ്ഞോട്ടെ. അല്ല, ഞാൻ ഷെഫീന മാഡത്തിന്റെ സമാധാനം ആഗ്രഹിക്കുന്ന നിലപാടിനോട് പൂർണ്ണ യോജിപ്പ് പ്രകടിപ്പിക്കുകയാണ്. അത് കേട്ടിട്ടാണ് കയറി വന്നത്. കാരണം എന്ത് വിഷയങ്ങൾ ഉണ്ടായാലും നമ്മുടെ സമൂഹത്തിന്റെ ഇടയിൽ ധ്രുവീകരണമോ അല്ലെങ്കിൽ ഈ സ്പർദ്ധ വളർത്തുന്നതോ ഉണ്ടാകാൻ പാടില്ല. അങ്ങനെ യാദൃശ്ചികമായി ഉണ്ടെങ്കിൽ പോലും അത് ഒരു തുടർക്കഥയാകുന്ന രീതിയിലേക്ക് നമ്മുടെ സമൂഹത്തിന്റെ ഇടയിലേക്ക് പോകുന്നത് തടയിടുക തന്നെ വേണം. ആ നിലപാടിൽ ഷെഫീന മാഡം എടുത്തതിന് വളരെ അഭിനന്ദിക്കുന്നു. അത് പറയാൻ വേണ്ടിയിട്ടാണ് വന്നത്. അതുപോലെ തന്നെ ഇവിടെ പറഞ്ഞൊരു കാര്യം, വിശാല മനസ്കത, അത് ഈ കമ്മ്യൂണിറ്റിന്റെ ഭാഗത്തു നിന്നുണ്ടായി. വളരെ സന്തോഷം, എനിക്ക് വലിയ സന്തോഷമുള്ള ഒരു കാര്യമാണ്. കാരണം ഞാനും കൂടി റെപ്രസെന്റ് ചെയ്യുന്ന ഒരു കമ്മ്യൂണിറ്റിയാണ്. ആ കമ്മ്യൂണിറ്റി കാണിച്ച മാതൃകാപരമായ പ്രവർത്തനം അവിടെ കൃത്യമായിട്ട് അറിയാം. അദ്ദേഹത്തിന്റെ ജീവിതകാലത്തോളം നഖശികാന്തം ഈ കമ്മ്യൂണിറ്റി അവഹേളിച്ച് പോയൊരു വ്യക്തിയാണ്. അത് ആ പദം തന്നെ ഉപയോഗിക്കേണ്ടി വരും. കാരണം ഇനിയിപ്പോൾ നമ്മൾ ആശയപരമായിട്ട് സംവദിക്കേണ്ടതാണ്. അതുകൊണ്ടാണ് ഞാൻ ഇത്രകാലം അങ്ങനെ സംസാരിച്ചിട്ടില്ല. പക്ഷെ എന്നിട്ട് പോലും ഒരു സന്നിഗ്ധ ഘട്ടത്തിൽ നമ്മുടെ നാടിന് എന്താണ് നിലപാടെടുക്കേണ്ടത് അത് ഉണർന്ന് പ്രവർത്തിച്ച ഒരു കമ്മ്യൂണിറ്റി എന്ന നിലയിൽ അതിനെ ഞാനടക്കം പ്രതിനിധാന കമ്മ്യൂണിറ്റി എന്ന നിലയിൽ വളരെ അഭിമാനം തോന്നി എനിക്ക്. കാരണം അങ്ങനെ ഒരു എല്ലാം മനസ്സിലാക്കിയിട്ട് പോലും അവിടെ അവസാനമായി അദ്ദേഹത്തിന്റെ അന്ത്യയാത്ര ഒരു പള്ളിപ്പറമ്പിലേക്ക് കൊണ്ടുവരാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കി കൊടുത്ത എന്റെ കമ്മ്യൂണിറ്റി എന്ന രീതിയിൽ ഞാൻ അഭിനന്ദിക്കുന്നു. അതോടൊപ്പം തന്നെ നാടിനെ മനസ്സിലാക്കിയ ആ സമൂഹത്തെയും ആ പ്രദേശവാസികളെയും മുക്തകണ്ഠം പ്രശംസിക്കുന്നു. അതോടൊപ്പം തന്നെ ഈ നിമിഷത്തിൽ ഇത്രയും കലുഷിതമായ രംഗത്തിൽ ഷെഫീന മാഡം ഈ ഒരു സത്യം പുറലോകത്ത് പറയാനും അതുപോലെ തന്നെ ഇതിന്റെ യാഥാർത്ഥ്യം, കാരണം ഇതാണ് സമൂഹത്തിൽ നടക്കേണ്ട യാഥാർത്ഥ്യം കൃത്യമായി വിവരിക്കാൻ നിന്ന പ്രത്യേക ഷെഫീന മാഡത്തിന് നന്ദി പറഞ്ഞുകൊണ്ട്, കാരണം ഇത്രയും വളരെ മോശമായ രീതിയിൽ തന്നെയാണ് ക്ലബ് ഹൗസ് അല്ല സമൂഹത്തിലേക്ക് പോലും ഇത് സ്പ്രെഡ് ചെയ്യുന്നത്. അവിടെ കൃത്യമായ നിലപാട് പറഞ്ഞതിന് അഭിനന്ദനം ഒരിക്കൽ കൂടി നിർത്തുന്നു. ഇനി ഷെഫീന മാഡം ഞാൻ സംസാരിച്ചോട്ടെ. താങ്ക് യു റംഷാദ്. ഇല്ല, റംഷാദിനോട് ഒരു കാര്യം കൂടി പറയാനുണ്ട്. റംഷാദ് ശ്രദ്ധിക്കേണ്ടത് റംഷാദ് അപ്രീഷിയേറ്റ് ചെയ്തിരുന്ന സമുദായത്തിനൊക്കെ അപ്രീഷിയേറ്റ് ചെയ്തു. ഈ സമുദായത്തിന്റെ ഉള്ളിൽ നിന്നുണ്ടാവുന്ന ഇപ്പൊ നബീലിനെയോ തലോടിനെയോ ഒക്കെ പോലെയുള്ള അതുകൂടി എടുക്കണം എന്നുള്ളതാണ് റംഷാദ്. അതുകൂടി ഇങ്ങനത്തെ കുറച്ച് നിസുനെ പോലെ സൂരജ് അതിന്റെ ഒരു വിഷയം അറിയോ? ഞാനത് അതിന്റെ ഒരു മറ്റൊരു വർഷം കൂടി ഒരു മിനിറ്റ് എന്റെ പേര് പറഞ്ഞോണ്ട് നിങ്ങൾ എപ്പോ നീ എത്ര കാലമായി തുടങ്ങിയിട്ട് അല്ല എന്റെ പേര് വിളിച്ചോണ്ട് പറയാം. അതിന്റെ ഒരു മറുവശം കൂടി അത് ഷെഫീന മാഡം നേരത്തെ അദ്ദേഹത്തിന്റെ ജീവിതകാലത്തോളത്തോളം ആ ഒരു സമൂഹത്തെ അവഹേളിച്ച് മുന്നോട്ട് പോയ വ്യക്തിയാണ്. അപ്പം നമ്മൾ വിചാരിക്കണമോ, നമ്മൾ ഈ സയൻസ് പഠിക്കുന്നവരല്ലേ, അതിന്റെ ഓപ്പോസിറ്റ് റിയാക്ഷൻ ഉണ്ടാവും. പക്ഷെ അവിടെ നമ്മൾ ഉണർന്ന് പ്രവർത്തിക്കേണ്ട ആരാണ്? നമ്മളൊരു യുക്തിവാദി എന്ന നിലയിൽ അവിടെ കൃത്യമായി ഞാനല്ലോ കേട്ടോ. അപ്പൊ നിങ്ങൾ അവിടെ കൃത്യമായിട്ട് അവിടെ ഉണർന്ന് പ്രവർത്തിക്കണം. ഒരു വശത്ത് നിന്ന് രണ്ട് കൈമുട്ടുമ്പോഴാണ് ശബ്ദങ്ങൾ ഉണ്ടാകുക. അവിടെ കൃത്യമായി മാതൃകാപരമായ പ്രവർത്തനം നടത്തുന്നതിന് പകരം നിങ്ങൾ ഡിബേറ്റിനാണ് തയ്യാറായിട്ടുള്ളത്. യുക്തിവാദി പ്രസ്ഥാനത്തെ ഭാഗത്തുനിന്ന് ഒരു വശത്ത് നിന്ന് ഡിബേറ്റിനാണ് പോയിട്ടുള്ളത്. മറുവശത്ത് നിന്ന് അവർ അവഹേളിച്ച വ്യക്തികളാണ്. അവഹേളിച്ച വ്യക്തി മരണപ്പെട്ടു പോയി. അവിടെ ഔചിത്യബോധം കാണിക്കുക തന്നെ വേണം. അത് ഞാൻ അന്നും ഇന്നും പറയുന്നതാണ്. കാരണം മൃതദേഹത്തോട് ഒരു കാരണവശാൽ മൃതദേഹത്തോട്
അനാദരവ് കാണിക്കാൻ പാടില്ല. അവിടെ അജിതബോധത്തിന് പ്രാധാന്യമുണ്ട്. അത് പ്രവാചകൻ പഠിപ്പിച്ച മാതൃകയാണ്. പക്ഷെ ഞാൻ ആ വിഷയം ഇവിടെ കൊണ്ടുവരുന്നില്ല. അതുകൊണ്ട് അവിടെ ഒരു മിനിറ്റ് അഞ്ച് അവിടെ നിങ്ങളത് മനസ്സിലാക്കിയിട്ട്, കാരണം അദ്ദേഹം അത്രത്തോളം ഈ ഹേർട്ട് ചെയ്തിട്ടുണ്ട്, അദ്ദേഹത്തിന്റെ വാക്കുകൾ മുറിവ് ഒരു അത്രത്തോളം ഹേർട്ട് ചെയ്ത്. ആ ഒരു കമ്മ്യൂണിറ്റി അവിടെ ഉണ്ട്, ഒരു പറ്റം ജനങ്ങൾ അവിടെ ഉണ്ട്. അവരുടെ ഭാഗത്തും ചിലപ്പോൾ എങ്ങനെയുള്ള റിയാക്ഷൻ മനസ്സിലാക്കിയിട്ട് അവിടെ ഉണർന്ന് പ്രവർത്തിക്കുന്നതിന് പകരം യൂട്യൂബ് വരുമാനത്തിനും അതുപോലുള്ള റൂമിൽ 4 ആളെ കൂട്ടുന്നതിനും വേണ്ടിയിട്ട് ഒരു ഡിബേറ്റിനാണ് തയ്യാറായിട്ടുള്ളത്. അത് വളരെ മോശമായി പോയി. റംഷാദെ, പ്രവാചകൻ അനുകരിച്ച മാതൃകയായിരിക്കുമല്ലേ നബീൽ പ്ലീസ്. ഓക്കെ, ഷബീന മാഡം ഞാൻ സംസാരിച്ചോട്ടെ. ഷബീന മാഡം ഉണ്ടോ അവിടെ? ഉറങ്ങിയോ? അപ്പൊ ഇതിനകത്ത് എന്തറിയോ, ഷബീന മാഡത്തിന് അറിയാത്തൊരു കാര്യമുണ്ട്. ഇവിടെ ഒരു ദിവസം ഒരു മരണം അറിയുന്നു മുകുളങ്ങൾ എന്ന് പറഞ്ഞൊരു റൂമിൽ. എന്റെ എല്ലാ കഥയും അറിയാത്തോണ്ട് ഞാൻ പെട്ടെന്ന് ചുരുക്കി ചെറിയ രീതി പറയാൻ വേണ്ടിയാണ്. അല്ലാതെ ഷെഫീന മാഡം അതെല്ലാം അറിഞ്ഞിരുന്നു, അത് മനസ്സിലാക്കിയ വ്യക്തിയാണ്. സംസാരിക്കട്ടെ. അല്ല, ഒന്ന് സംസാരിച്ചോട്ടെ റംഷാദ്. നിങ്ങൾ ഇത്രയും ലോക പരിജ്ഞാനമുള്ള ആൾ, ഞങ്ങളൊക്കെ ചെറിയ ആൾക്കാരല്ലേ, ഒന്ന് പറഞ്ഞോട്ടെ. ഞാനും റംഷാദ് ഞാൻ ചെയ്യുന്ന റൂമിൽ മൂലങ്ങളിൽ വെച്ച് ഇതുപോലെ ഷിഹാബുദ്ദീൻ മേത്തർ മരിച്ചെന്നുള്ള ഒരു ഇതിപ്പോ പറഞ്ഞതല്ല കളഞ്ഞാൽ തെളിയിച്ച് ഇപ്പൊ ഞാൻ പറയുന്നത് കറക്റ്റായിട്ട് കേൾക്കാൻ പറ്റുന്നുണ്ടോ? ഹലോ ഞാൻ പറയുന്നത് കേൾക്കാൻ പറ്റുന്നുണ്ടോ? ഇപ്പൊ പറയുന്നത് കേൾക്കുന്നുണ്ടോ? ഓക്കെ. ഇപ്പൊ ഞാൻ പറയുന്നത് കേൾക്കുന്നില്ലെങ്കിൽ ഓക്കെയാണ്, കറക്റ്റ്. അപ്പൊ ഞാൻ പറയുന്ന പോയിന്റ് ഇത്രയാണ്. ഞാൻ പറയുന്ന പോയിന്റ്, ഇതുപോലെ ഷബീന മാഡം രാജസഖാവും കൊണ്ട് ഒരു വിഷയത്തിൽ ഇറങ്ങി പോകുന്നു. അത് കഴിഞ്ഞിട്ട് ഷബീന മാഡം ഇതുപോലെ രാജസഖാവ് ആ സ്ഥാനത്തിൽ നല്ലോണം കത്തിച്ച റൂം ഉണ്ടായി. അപ്പൊ രണ്ടാമത് എന്താണ്, ആൾക്കാരെല്ലാം പിരിഞ്ഞുപോയി. രണ്ടാമത് പിന്നെ ഒരു റൂം തുടങ്ങിയിട്ട് പിന്നെയും ആ വിഷയം എടുത്തിട്ട് കത്തിക്കോ ഷബീന മാഡം തുടങ്ങും. പിന്നെ രാജസഖാവ് വരുമ്പോഴത്തേക്ക് ഇതുപോലെ അത് വിട്ടുകൊടുത്തിട്ട് രാജസഖാവ് വിട്ടിട്ട് ഷബീന മാഡം ഇറങ്ങി പോകും. അത് വേറൊരു വിഷയമല്ലേ, നമ്മുടെ വിഷയം മറ്റൊരു ഈ വിഷയം തന്നെ ഒരു 3-4 വട്ടം ഒരുമിച്ച് ഇതുപോലെ കത്തിച്ചു കൊടുത്ത ആളാണ് ഈ നിൽക്കുന്ന റംഷാദ്. ഇവ സ്വന്തം പറഞ്ഞാൽ ലീ സിസ്റ്റർ ഞാനല്ല പറഞ്ഞത്. ഓക്കെ, അപ്പൊ ഈ പറഞ്ഞ പോലെ ഇവരുടെ ഇരട്ടത്താപ്പ് എന്ന് പറയുന്നത് അവരുടെ ഈ ജീവനോട് ഇരിക്കുന്ന സമയത്ത് കുടുംബത്തിനോടോ സ്വന്തം പിതാവിനോട് അവർക്ക് ആർക്കും യാതൊരു ഇഷ്ടമോ അല്ലെങ്കിൽ കമ്പാഷനോ ഉണ്ടാവില്ല. മരിച്ചു കഴിഞ്ഞാൽ പറയും എക്സ്റ്റൻഡ് ഫാമിലി ഉണ്ട്, അവരുടെ ഇഷ്ടപ്രകാരം ഞങ്ങൾ എന്ത് ചെയ്യും, ഈ പറയുന്ന പോലെ മയ്യത്തിന് നമ്മൾ ഈ പറയുന്ന പള്ളിയിൽ കവടക്കും. പക്ഷേ ജീവനോടുള്ള സമയത്ത് തെറി വിളിക്കും, അവഹേളിക്കും, ആരെങ്കിലും പോകും. ഇതാണ് ഇവരുടെ ഇരട്ടത്താപ്പ്. ഓക്കെ, ഇതിന്റെ തെളിവ് നമ്മുടെ റൂമിന്റെ റീപ്ലേസ്മെന്റ് ഉണ്ട്. അന്ന് താഴെ ഇട്ട് പിന്നെ താഴെ അവനെ താഴെ ഇട്ട്. ഓക്കെ, അപ്പൊ ഇതാണ് ഇവരുടെ ഇരട്ടത്താപ്പ്. ഈ ആദ്യം അമൽ എന്ന് പറയുന്ന PDF കൊണ്ട് പറയുന്നത് രജിസ്റ്റർ പെട്ടെന്ന് തന്നെ അവ ഈ കൺഫ്യൂഷൻ ഉണ്ടാവില്ല. ഓക്കെ, അതിന്റെ സ്ക്രീൻഷോട്ട് കൂടി ഇടും. താങ്ക് യു. നേരത്തെ യുടെ വീഡിയോ ഒക്കെ പ്ലേ ചെയ്ത് അമൽ കേട്ടോന്നറിയില്ല. അതിൽ പറയുന്നത് ഒരു മനുഷ്യൻ, ഒന്ന് മ്യൂട്ട് ചെയ്യുക, ഒരു മനുഷ്യൻ മരിച്ചതിന് ശേഷം ഈ നബിയില് തലോടി ഇവന്മാർ കാട്ടിക്കൂട്ടിയത് ഒരു ഇസ്ലാമിക ആചാരമാണ് ആണെന്നാണ് UV പറഞ്ഞു വെച്ചിട്ടുള്ളത്. അത് നമ്മൾ ക്ലബ് ഹൗസിന്റെ ഉള്ളിൽ കണ്ടിട്ടുണ്ട്. അതിൽ അർച്ചന് എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടോ? അത് ശരിയാണോ തെറ്റാണോ നബിയിലൊക്കെ കാട്ടിക്കൂട്ടിയത്? ഇവിടെ ഇരുന്നിട്ട് ഒരു മരിച്ചൊരു മനുഷ്യനെ ഇങ്ങനെ അപമാനിക്കാൻ വേണ്ടിയിട്ട് നിങ്ങളെ മതം പഠിപ്പിച്ചിട്ടുണ്ടോ? അത് മതത്തിന്റെ ആചാരമാണോ? എന്താണ്? അതാണ് UV അവിടെ പറഞ്ഞു വെക്കുന്നത്. അത് തെറ്റല്ലേ? അതിന് മുമ്പ് ഒരു ചോദ്യം ഞാൻ ചോദിക്കാം. എന്നിട്ട് ഞാൻ എന്നോടുള്ള ചോദ്യം ചോദിക്കുമ്പോൾ ഞാൻ ഒരു ചോദിക്കാം. അതായത് ഈ ഇരട്ടത്താപ്പ് കാണിച്ചല്ലോ, ജീവനോട് ഇരിക്കുന്ന സമയത്ത് പിന്നെ ഈ ബോഡി ഡൊണേറ്റ് ചെയ്തെന്ന് പറഞ്ഞു, മരിച്ചതിന് ശേഷം പുതിയൊരു കഥ ഇറക്കി ഇത് പിന്നെ കുടുംബത്തിന് ഇഷ്ടപ്രകാരം സംസ്കരിക്കുന്നു പറഞ്ഞു. ഇത് ഇരട്ടത്താപ്പാണോ അല്ലയോ എന്ന് പറഞ്ഞതിന് ശേഷം നബിയിലും നീ പറയണ്ട. ഞാൻ ആദ്യം സൂര്യനെ അഡ്രസ് ചെയ്യട്ടെ ചോദ്യം. അത് ഇരട്ടത്താപ്പാണോ? അത് ഇരട്ടത്താപ്പാണോ സൂര്യ? അല്ല സൂര്യ പിന്നെ അത് ഷിഹാബുദ്ദീൻ മേത്തർ ചെയ്തത് ഇരട്ടത്താപ്പല്ലേ? അംഗീകരിച്ചോ? ഷിഹാബുദ്ദീന്റെ വൈഫോ യുക്തിവാദികൾ ചെയ്യുന്ന കാര്യമാണ് പറഞ്ഞത്. അത് മനസ്സിലായി. ഓക്കെ, ഇനി ഞാൻ ഉത്തരം പറയാം. അതായത് ഞാൻ നബീലില്ലേ നബീലിന്റെ കാര്യം ഞാൻ പറയാം. എന്റെ അഭിപ്രായം പറയാം. നബീൽ തെറി വിളിച്ചതായിട്ടൊന്നും ഞാൻ കേട്ടിട്ടില്ല. ഒന്നാമത്തെ കാര്യം, തലോടി തെറി വിളിച്ചത് ഞാൻ കൃത്യമായിട്ട് കേട്ടിട്ടുണ്ട്. തലോടി അവിടെ റൂമിൽ ഇരിക്കുന്ന സമയത്ത് പിന്നെ അവന്റെ റൂമിനകത്ത് അവൻ പറഞ്ഞത് ഇങ്ങനെയായിരുന്നു, അതായത് ഈ പറഞ്ഞ ഷിഹാബുദ്ദീന്റെ ഡാഷ് നിന്റെ വായിൽ എന്തോ അങ്ങനെ ഒരു കാര്യം പറഞ്ഞു, എനിക്ക് പറയാൻ പറ്റില്ല. അത് അങ്ങനെയാണ് പറഞ്ഞത്. അത് തികച്ചും തെറ്റാണ്. മിണ്ടാർക്കാതെ ലീസിസ്റ്റോട് പറ. ഓട്ടത്തിൽ ഉത്തരം പറയുന്നത് ലീ ആരെന്ന് അറിയില്ല എനിക്ക്. അച്ഛനോട് സ്വന്തം അടിമ. ഓക്കെ, നീ മിണ്ടാതിരിക്കപ്പോ ആ ഉസ്മാനെ താഴെ അവൻ വെറുതെ കിടന്നവരെ ഞാനോ നീയല്ലേ കറിയുന്നത്? ഞാനാണ് കറിയുന്നത്. അപ്പൊ തലവിടെ അങ്ങനത്തെ വാക്ക് ഒരു മിനിറ്റ് അല്ല അത് നീയാണ് പറയുന്നത്, ഞാനല്ല. നീയാ സൂര്യ പറയുന്നത്. ഞാൻ പറയാം. അവിടെ പിന്നെ ഒരു ഫ്രസ്ട്രേഷൻ എടാ നീ മിണ്ടായിരിക്കണം കേൾക്ക്. നീ ചോദിക്കുന്നത് തെറ്റാണ് ശരിയാണെന്ന് ചോദിച്ചത്. അവർ തീവ്രവാദിയാണ് എല്ലാം ചോദിച്ചില്ല. അതാണ് നീ മിണ്ടായിരിക്കണം. ചോദിക്കുന്ന ഒരാൾ ചോദിക്കും. വിപിൻ മിണ്ടായിരിക്കും. സൂര്യനെ ആഗ്രഹം പറ്റില്ല. ഓക്കെ സൂരജ് ചോദിച്ചത് പിന്നെ ഷെഫീന 1-to-1 ആണെങ്കിൽ ഓക്കെയാണ്. ഈ 10 ആൾക്കാർ ചോദിച്ച കാര്യമില്ല. നബിയിൽ അതെ അതാണ് ഉത്തരം പറയുന്നത്. അത് കേൾക്കാതാണ്. തലോടി ചെയ്തത് അവിടെ തെറ്റാണ്. അത് ഹിന്ദു ആയിക്കോട്ടെ, മുസ്ലിം ആയിക്കോട്ടെ, ക്രിസ്ത്യൻ ആയിക്കോട്ടെ, തെറി വിളിക്കുന്നത് വളരെ മോശമാണ്. അതൊരിക്കലും അംഗീകരിക്കാൻ പറ്റുന്ന കാര്യമാണ്. അത് ഞാൻ ഈ റൂമിലല്ല പല റൂമിനകത്തും പറഞ്ഞിട്ടുണ്ട്. പിന്നെ അതുകൂടാതെ തന്നെ ഈ പറഞ്ഞ ഷിഹാബുദ്ദീൻ മേത്തറിനെ റെസ്പെക്ട് ചെയ്യണം എന്നൊക്കെ പറഞ്ഞല്ലോ. ഷിഹാബുദ്ദീൻ മേത്തർ പറഞ്ഞ ആ വോയിസ് പ്ലേ ചെയ്തതാണ്. ഈ പറഞ്ഞ മരിച്ചു കഴിഞ്ഞാൽ ഏതൊരു മനുഷ്യനും ഒരു പട്ടിയെ പോലെയാണെന്ന് കൃത്യമായിട്ട് ഷിഹാബുദ്ദീൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിന്റെ പേരിൽ അദ്ദേഹത്തിന്റെ ഈ പറഞ്ഞ ശവശരീരത്തെ റെസ്പെക്ട് ചെയ്യണം എന്ന് പറയുന്നത് യുക്തിയും എനിക്ക് മനസ്സിലാവുന്നില്ല. അപ്പം ഈ പറഞ്ഞ തലോടി തെറി വിളിച്ചത് തെറ്റാണ്. നബിയിൽ അവിടെ തീവ്രവാദ പ്രവർത്തനം ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യമൊന്നും ഞാൻ കേട്ടിട്ടില്ല. അത് ചുമ്മാ തള്ളി മറിക്കുകയാണ്. അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ഈ പറഞ്ഞ നബീലിന്റെ വോയിസ് ഇവിടെ പ്ലേ ചെയ്യണം. ആ പ്ലേ ചെയ്തിട്ട് അതിനുശേഷം ഞാൻ അഭിപ്രായം പറയും. ഓക്കെ, താങ്ക് യു. ഇസ്ലാമികമാണെന്നാണ്. ഒരു സെക്കൻഡ്, അവസരം കിട്ടുമോ?
അമല് ഞാൻ പറയും. പറയാം. ഷാർഷി പറഞ്ഞ ഒരു കാര്യത്തിനോട് ഞാൻ യോജിക്കുകയാണ്. സത്യത്തിൽ അർഷിനോട് ഞാൻ യോജിക്കുമെന്ന് ഒരിക്കലും വിചാരിച്ചില്ല. ഷാർഷി പറഞ്ഞ കുറച്ച് പോയിന്റ് ഉണ്ട്. ഒന്നാമത്തെ പോയിന്റ് മെഡിക്കൽ കോളേജിലേക്ക് ബോഡി കൊടുക്കാം എന്ന് പറഞ്ഞ കാര്യം. അപ്പോൾ ഇതിപ്പോൾ നമ്മൾ ഓരോ യുക്തിവാദിയും നമ്മൾ തീരുമാനിച്ചാണ്, നമ്മളെല്ലാവരും മരിക്കുമ്പോൾ നമുക്ക് മെഡിക്കൽ കോളേജിലേക്ക് ബോഡി കൊടുക്കാം എന്ന് നമ്മൾ തീരുമാനിച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ നമ്മൾ ചേട്ടാ നമ്മുടെ ബോഡി എടുത്ത് വെട്ടിക്കീറി പഠിച്ചിട്ട് 6-ാം നൂറ്റാണ്ടിൽ വല്ല ശിശുഭോഗി അടിമഭോഗി ആരാധന എന്ന് പറയുന്ന തീവ്രവാദികളെ ചികിത്സിക്കാനല്ലേ എന്നൊരു ചിന്ത വന്നപ്പോൾ നമുക്കൊരു ഡൗട്ട് ഉണ്ടായി. എടാ നമ്മുടെ ബോഡി അങ്ങനെ കൊടുക്കണോ? അങ്ങനെ ചിന്തിച്ചാണ് നമ്മൾ അതിൽ നിന്ന് മാറിപ്പോയത്. അതാണ് എനിക്ക് ആ ഒന്നാമത്തെ പോയിന്റ് പറയാം. രണ്ടാമത്തെ പോയിന്റ് ഡൗട്ട് ഉണ്ടോ ചോദിച്ചോളൂ. ഇനി ഞാൻ പറയാം. അതായത് ജീവിതകാലം മുഴുവൻ അവൻ പറഞ്ഞു തീർത്തു, അവൻ പറഞ്ഞല്ലോ, അവൻ പറഞ്ഞു തീർത്തു. അതിനാണ് ഇപ്പൊ പറയുന്നത്. അവൻ പറഞ്ഞു കഴിഞ്ഞു പറഞ്ഞു. ഒന്നാമത്തെ പോയിന്റ് അതാ ഞാൻ പറഞ്ഞ കേക്ക്. എന്ത് വേടേ ഇത് തുടങ്ങി ഷെഫീന പ്രാന്തന്മാരെ ഉത്തരം കേൾക്കാനുള്ള ആർജവണ്ടെന്ന് പറഞ്ഞു. ഇവൻ പറഞ്ഞ ഉത്തരം ഞാൻ പറയാം. ഷെഫീന ഷിഹാബുദ്ദീൻ മേത്ര തീവ്രവാദി മുഹമ്മദ് ആണോ നിന്റെ അപ്പനോട് നിന്റെ അമ്മയോട് ഡിബേറ്റ് ചെയ്തി. നിന്നെ പോലത്തെ വൃത്തികെട്ട പേപ്പർ ഓട്ടോ എന്ന് പറയുന്ന തീവ്രവാദി പെണ്ണെ പഠിക്കുന്ന സമയത്ത് ശരൺ എന്ന് പറഞ്ഞ അടിമസിൽ അന്നാണ് മനസ്സിലാണ്. ആ ശരൺ എന്തിനാണ് ഞാൻ പറയുന്നത്? എത്ര കാലം ഓട്ടോ അടിമസ്ത്രീ ജീവിച്ചു, എത്ര കാലം അടിമസ്ത്രീ ജീവിച്ചിട്ട് വെറുതെ ചുമ്മാ കളിക്കാൻ ലാസ്റ്റ് ആരുടെ നിന്നെ പോലത്തെ തീവ്രവാദിയുടെ ചർച്ച ചെയ്യാൻ താല്പര്യമില്ല. എടാ നിന്നെ പോലത്തെ തീവ്രവാദിയോട് എനിക്ക് ചർച്ച ചെയ്യാൻ താല്പര്യമില്ല. നീ ആ തീവ്രവാദ പ്രവർത്തനം മാറ്റി വെക്കും. നിന്നെ പോലത്തെ തീവ്രവാദി അത് നിന്നെ പോലത്തെ തീവ്രവാദി സംസാരിക്കാൻ മനസ്സിലായില്ലേ? ഡെയിലി അടിമയെ പോയിട്ട് നീയല്ലേ സൂസനെയും അതേപോലത്തെ എല്ലാവരും പൊടിക്കുന്നില്ലേ? ചെറുനൊക്കെ ഞങ്ങളാണോ നീ അടിമ വെച്ചിരിക്കുന്നത്? ഈ പറഞ്ഞ സിനിമയില്ല, പിക്ചറിലേ ഇല്ല. എത്ര കാലം വരെ നീ സ്ത്രീകളെ എല്ലാ സ്ത്രീകളും ഈ പറഞ്ഞ മുസ്ലിം പറയാണ് ഈ പറഞ്ഞ ഇസ്ലാം മോശമാണെന്ന് പറഞ്ഞ് അവർ ഒരുപാട് ആ സ്ത്രീകളെ എത്ര സ്ത്രീകളെ പിടിച്ചത് സുമയ്യായിക്കോട്ടെ, ഈ പറഞ്ഞ സൂസനായിക്കോട്ടെ, പറ്റി പറയാം. മുഹമ്മദ് പീഡിപ്പിച്ച ഒന്നാമത്തെ സ്ത്രീ ആയിഷ 6 വയസ്സുള്ള കൊച്ച്. ഈ പറയുന്ന പെണ്ണ് കേസിൽ ശരിയല്ലേ? ആരാണ് ഈ V8 ഓളികൾ ഇറക്കി വിടൂ. നമുക്ക് ഡിബേറ്റിലേക്ക് കടന്നാലോ? ബഹളം വേണ്ട. അല്ല ഇവന് ഇടയ്ക്കിടയ്ക്ക് പോക്സോ എന്ന് പറഞ്ഞ മമദിനെയാണ്. കമറുവിന്റെ ഭാര്യ. ഒരു മിനിറ്റ് അമലി. ഓക്കെ സ്വന്തം ഭർത്താവിനെ കൊല്ലാൻ ശ്രമിച്ച ആളല്ലേ നീ? അതിന്റെ റെക്കോർഡ് ഞാൻ പറയുന്നല്ലേ? സ്വന്തം ഭർത്താവിനെ കൊല്ലാൻ നടക്കുന്ന സ്വന്തം ഭർത്താവിനെ കൊല്ലാൻ എന്താ പറഞ്ഞത്? ഈ പറഞ്ഞ ഇസ്ലാമിനെ അവഹേളിക്കാൻ വേണ്ടിയിട്ട് ഈ ഇസ്ലാമിനെ അവഹേളിക്കാൻ വേണ്ടി ഈ പറഞ്ഞ ബാൽക്കണിയിൽ ഇരുന്നുകൊണ്ട് സ്വന്തം ഭർത്താവിന് ഉറക്കുകൊള്ളി കൊടുത്തിട്ട് കൊല്ലാൻ നോക്കിയ അടിമസായിട്ട് നമ്മൾ ഓരോ പേജ് എത്ര തവണ നിന്റെ ഓടിനെ പേരിട്ടുണ്ട്. ഈ പറഞ്ഞ സ്വന്തം അതായത് നിനക്ക് തലക്ക് പ്രാന്ത് പിടിച്ചിട്ട് നിനക്ക് ഇസ്ലാം അവഹേളനം നടത്തണം. എനിക്ക് മെന്റൽ ഓർഗൻസിന് വേണ്ടിയിട്ട് നിന്റെ ഭർത്താവ് നീ കൊല്ലാൻ നോക്കിയതല്ലേ? അതിന്റെ ഓടിയാൻ പേരല്ലേ? നീ ഓർമ്മയുണ്ടോ? അതൊക്കെ നീ മറന്നുപോയാ നിനക്ക് മറക്കാൻ പറ്റുമോ? അത് നീ ഈ പറഞ്ഞ യൂട്യൂബിനകത്തും ഈ പറയുന്ന സോഷ്യൽ മീഡിയ നമ്മുടെ കാര്യമാണ്. നിന്റെ സ്വന്തം ഭർത്താവിനെ നീ കൊല്ലാൻ നോക്കിയ കാര്യം അത് ആർക്കെങ്കിലും അറിയോ? വളരെ തുച്ഛമായ ആൾക്കാർക്ക് മാത്രമേ നീ സ്വന്തം ഭർത്താവിനെ ഉറക്കുകൊള്ളി എന്തിനാ കൊല്ലാൻ നോക്കിയത്? ഈ പറഞ്ഞ ഇസ്ലാം അവഹേളനം നടത്താൻ വേണ്ടി മാത്രം ഭർത്താവിനെ കൊല്ലാൻ നോക്കിയ ഒരുതരം സൈക്കോ ആണ് ഈ പറഞ്ഞ ഷെറിൻ എന്ന് പറഞ്ഞ അടിമസ്ത്രീ. മനസ്സിലായില്ലേ? നാണമില്ലാത്ത ഡെയിലി ഈ പറയുന്ന ചിയറുകളെ പോലെ ഈ പറയുന്ന ചിയറുകളായിട്ട് മെന്റൽ ഓർഗാസം കിട്ടാൻ വേണ്ടിയിട്ട് കുറെ സെക്സും സംബന്ധമായ കാര്യങ്ങൾ സംസാരിക്കുക. നിന്റെ വീട്ടിലും നിന്റെ ഭർത്താവിന് പറ്റുന്നില്ല എങ്കിൽ നീ എന്ത് ചെയ്യാ? വേറെ കല്യാണം കഴിക്കുക, അല്ലെങ്കിൽ ലിവ് ഇൻ റിലേഷൻ നോക്കുക. അല്ലെങ്കിൽ ഈ പറയുന്ന ഡെയിലി അവഹേളനം നടത്തുന്ന സെക്സ് പരമായി സംസാരിച്ചിട്ട് നിനക്ക് മെന്റൽ ഓർഗാസം കിട്ടാൻ വേണ്ടി എന്ത് പരിപാടിയാണ് മോളെ നീ ചെയ്യുന്നത്? സ്വന്തം ഭർത്താവിനെ കൊല്ലാൻ നടക്കുന്ന ഇത്രത്തോളം എന്താണ് നിന്റെ ആവശ്യം? എന്താണ് നിന്റെ ആവശ്യം? ഇസ്ലാം അവഹേളനം. പിന്നെ നിന്റെ ലൈഫിൽ നിനക്ക് ഒന്നുമില്ല. നീ എന്താണ് പണ്ട് പറഞ്ഞത്? നിനക്ക് ഓർമ്മയുണ്ട് ചേർന്ന്? നീ പറഞ്ഞ അതിന്റെ റെക്കോർഡിംഗ് പ്ലേ ചെയ്തതാണ്. ഇങ്ങനെ പോയിട്ട് ഒരു കാര്യമില്ല. ഓക്കെ അങ്ങനെയല്ല. എല്ലാവരും മ്യൂട്ട് ചെയ്യും മോനെ. നല്ല മോൻ. ഇത് അമല താഴെ ഒരു മിനിറ്റ്. അമല താഴെ ഇവിടെ ആരാണ് മതം? നിന്റെ അപ്പനെ വളരെ ശ്രമിക്കും. ഞാനല്ല നിന്റെ അപ്പനെ ശ്രമിക്കുന്നത്. ഞാനല്ല മോഡനോ സൂരജിനെ ഞാൻ മോഡറ്റൊന്നും കാണുന്നില്ല. ഷെഫീന ഇൻവൈറ്റ് ചെയ്ത് ഞാൻ വന്നു. മനസ്സിലായില്ലേ? തുടങ്ങി നിന്റെ അപ്പനോട് പറ. ഇനി ഷെറിൻ ചെയ്ത കഥകൾ പറയാം. അതായത് ചെറുപ്പം ഷെറിൻ പറഞ്ഞ ആരാ തുടങ്ങി കൃത്യമായിട്ട് ഷെഫീനൊക്കെ അറിയാം.
ഒരു മിനിറ്റ് ഒന്ന് ശ്വാസം എടുക്കടാ ഹർഷേ, ജിന്ന് സംസാരിക്കട്ടെ. ഒരു മിനിറ്റ് ഇവിടെ ഒരു മിനിറ്റ് നമുക്ക് ജിന്നെ ഞാൻ ഒരു കാര്യം പറയാം. ഒരു മിനിറ്റ് ഹർഷ ഈ സൂരജിന്റെ മണ്ടയിലേക്ക് താങ്ങൂല. ആ സൈഡിലോട്ട് സമാധാനം കൊടുക്കണ്ടായോ? നീ ഇപ്പൊ ചെയ്ത ഒരു പരിപാടി ഉണ്ടല്ലോ, നീ ഇപ്പൊ സപ്പോർട്ട് ചെയ്യണം മതത്തിനെ ഭയങ്കര ഈ പറഞ്ഞ ഷെറിനും അമ്പലം ചെയ്ത കാര്യം കേട്ടിട്ടില്ലേ? ഒരു മിനിറ്റ് കൊടുക്കാം. മതത്തിന് എത്ര അപകടമാണെന്ന് നീ തന്നെ നോക്കി നോക്ക്. ഇപ്പൊ എന്തൊക്കെ എന്റെ സൂര്യ, നീയാണ് സൂരജ് ഇതൊക്കെ ചെയ്യുന്നത്. നീയാണ് മതത്തെ വളർത്തുന്നത്, ഞാനല്ല. ഇവിടെ മതം വളർത്താൻ നടന്നില്ല. ഡിഫെൻഡ് ചെയ്യുന്നെങ്കിൽ ഞാൻ മതത്തിനെ ഞാൻ ഡിഫെൻഡ് ചെയ്യുന്നത് എന്താണെന്നറിയോ? എന്നെയാണ്, മതത്തിനല്ല. പൊട്ടനാണോ നീ? നീ പൊട്ടനാണോ? മതം വളർത്തുന്നത് നീയാണ്. ഇവിടെ ഒരു ഈ പറഞ്ഞ അല്ല, ഞാൻ ഇവിടെ ഡിഫെൻഡ് ചെയ്യാൻ എന്താണ് അറിയോ? കൃത്യമായിട്ട് മനസ്സിലാക്കുക. നമ്മുടെ തീവ്ര ഈ പറഞ്ഞ നീ ലീനോട് പോയിട്ട് പറ, ലീനോട് പോയിട്ട് പറ, അല്ലെങ്കിൽ ഗ്രേസോട് പോയിട്ട് പറ. നീ മനസ്സിലായി? ഇവിടെ വിഷയം എന്താണെന്നറിയോ? ഇവിടെ ആരും മതം വളർത്തുന്നില്ല. ഞാൻ മതം വളർത്താറില്ല. ഒരു റൂമിനകത്ത് ഞാൻ ഇസ്ലാമിനെ കുറിച്ച് പറഞ്ഞിട്ടില്ല. ഇല്ലാത്ത കള്ളങ്ങളൊന്നും പറിച്ചുവിടല്ലേ. ഒരു ഇസ്ലാമിനെ കുറിച്ച് പറഞ്ഞതോ? ഒരു മിനിറ്റ് ഇവിടെ അമലാണതായിട്ടത് ഡെഫിനറ്റാണ്. എടാ സംസാരിക്കാൻ സമ്മതിക്കാത്തതുകൊണ്ടാണ് ഞാൻ താഴെ ഇട്ടേ. അമല താഴെ ഒന്ന് ഇൻവൈറ്റ് ചെയ്തേ. അമല ഞാൻ ഇൻവൈറ്റ് ചെയ്തത് നമുക്ക് ഓരോ മിനിറ്റ് നമുക്ക് കൊടുക്കാം ഒരാൾക്ക്. ഓക്കെ, ഓരോ മിനിറ്റ് ആണെങ്കിൽ അവിടെ ഇരിക്കാട്ടോ, അല്ലെങ്കിൽ കലബിലെല്ലാവരും പറഞ്ഞാൽ ഓരോ മിനിറ്റ് ആരും മിണ്ടാതെ ഒരാൾ പറഞ്ഞാൽ സംസാരിക്കും. ഓക്കെ, ഒന്ന് ഇൻവൈറ്റ് കൊടുത്തേ. പോലെ എല്ലാവരും കൂടെ കിടന്ന് ഒരാളെ സംസാരിക്കാൻ അനുവദിക്കാത്തത് ബോറാണ്, കേട്ടോണ്ടിരിക്കാൻ ഒരു സുഖം. സൂരജ് ഒന്ന് ഇൻവൈറ്റ് കൊടുത്തേ. ഞാൻ മാത്രമല്ല ബഹളം ഉണ്ടാക്കി, ഇന്ന് മാത്രമായിട്ട് എനിക്ക് മനസ്സിലായില്ല. എന്നെ 2 പ്രാവശ്യം ഇട്ട് പേപ്പട്ടി പോലെ അലറി അവനെ തടയിടത്തെ. നീയാ തുടങ്ങിയ തീവ്രവാദി, തുടങ്ങിയ നീയാണ്. തീവ്രവാദികളോട് കൂടില്ല മോനെ. ഒരു മിനിറ്റ് മൈക്ക് എടുത്തോ. ഞാൻ കുറെ അമ്മയിൽ ഒരു മിനിറ്റ് കൊടുക്കാം, ഞാൻ ഒരു മിനിറ്റ് എടുക്കാം. ഒരു മിനിറ്റ് ഞാൻ പറഞ്ഞല്ലോ. മെഡിക്കൽ കോളേജിലെ കാര്യം എല്ലാവർക്കും ക്ലാരിഫൈഡ് ആണെന്ന് ഞാൻ കരുതുന്നു. അത് റിപ്പീറ്റ് ചെയ്യേണ്ട കാര്യമില്ല. കാര്യം നമ്മൾ ബോഡി കൊണ്ട് കൊടുത്തിട്ട് നമ്മുടെ യുക്തിവാദികളുടെ ശരീരം എടുത്ത് കീറി മുറിച്ച് കണ്ട തീവ്രവാദികളെ 6-ാം നൂറ്റാണ്ടിലെ അടിമഭോഗി, കൊച്ചുകുട്ടിയെ വരെ പീഡിപ്പിച്ച ശിശുഭോഗികളെയും അടിമഭോഗികളെയും ആരാധിച്ച് നടക്കുന്ന ഇവിടുത്തെ തീവ്രവാദി പൊട്ടിത്തെറിക്കാൻ നടക്കുന്ന കുറേ നാറികളെ അവന്മാരെ ചികിത്സിക്കാൻ വേണ്ടിയല്ലേ ബോഡി വെച്ചിട്ടാണ് നമ്മളെ ബോഡിയുടെ കേസ് മാറ്റി വെച്ചത്. ഇനി ഈ ചർച്ചയ്ക്ക് തയ്യാറാണ്. ഇപ്പോൾ ഇവൻ പറയാറുണ്ട് ഷിഹാബുദ്ദീൻ മൈത്ര ഒരു എന്താ പറയുക തീവ്രവാദിയാണ്. അപ്പോൾ ഈ വിഷയത്തിൽ നമുക്ക് ചർച്ച ഷിഹാബുദ്ദീൻ മൈത്രാണോ മുഹമ്മദാണോ ഒരു തീവ്രവാദിയും ഒരു ശിശുഭോഗിയും ഒരു അടിമഭോഗിയും എന്നുള്ള വിഷയത്തിൽ ചർച്ച ചെയ്യാൻ ഞാൻ തയ്യാറാണ്. ഹർഷ ഓപ്പണിംഗ് സ്റ്റേറ്റ്മെന്റ് വെക്കുകയാണെങ്കിൽ നമുക്ക് ചർച്ചയിലേക്ക് കടക്കാൻ. എൻ്റെ ഒന്നാമത്തെ അതാണ്, മുഹമ്മദ് ഒരു ശിശുഭോഗിയും ഒരു അടിമഭോഗിയുമാണ്. മുഹമ്മദിനെ ഇവിടെ പുറകെ കിടക്കുന്ന കുറേ തീവ്രവാദികളെ ചികിത്സിക്കാൻ വേണ്ടി നമ്മുടെ ബോഡി കൊടുക്കണ്ടല്ലോ എന്ന് വെച്ചിട്ടാണ് നമ്മൾ ഈ മെഡിക്കൽ കോളേജ് എന്നുള്ള കാര്യം മൊത്തത്തിലേക്ക് കളഞ്ഞിരിക്കുന്നത്. ആരും മെഡിക്കൽ കോളേജ് കൊടുക്കരുത്. അഥവാ യുക്തിവാദികൾ മാത്രം ചികിത്സിക്കാനാണ് നമ്മൾ എഴുതപ്പെട്ട് മേടിക്കുക. തീവ്രവാദികളെ ചികിത്സിക്കാനായി ആരും അവരുടെ ബോഡി ഒരിക്കലും മെഡിക്കൽ കോളേജ് കൊടുക്കരുതെന്നാണ് എനിക്ക് അവസരത്തിൽ പറയാനുള്ളത്. താങ്ക് യു. എൻ്റെ ഒരു മിനിറ്റ് ആയില്ലെങ്കിലും ഹർഷ പറഞ്ഞോളൂ. ഓക്കെ, എന്ന് ഞാൻ എടുക്കാം. അതായത് കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് ഈ പറഞ്ഞ എമുക്കൾ ചെയ്യുന്ന പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ സ്ത്രീകളെ തേടിപ്പിച്ച് നടക്കും. എന്നിട്ട് ഈ പറയുന്നവർക്ക് മതത്തോട് പ്രശ്നമുണ്ടോ അവർ ഈ പറയുന്ന മതം വിട്ട് കഴിഞ്ഞാൽ ആ സ്ത്രീകളെ തേടിപ്പിച്ച് അവരെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് ഇവർ കൊണ്ടുവരുന്നത് നൈസായിട്ട് നിങ്ങൾ ഈ പറഞ്ഞ ഇസ്ലാമിന്റെ അടിമത്തിലാണ് എന്ന് പറഞ്ഞ് അവരെ കൊണ്ടുവന്ന് അവരെ ബ്രെയിൻ വാഷ് ചെയ്തുകൊണ്ട് അവർക്ക് പല സ്വപ്നങ്ങൾ കൊടുത്ത് അവരെ ഇവർ റേപ്പ് ചെയ്യാൻ വേണ്ടി മടിക്കില്ല. അതുകൂടാതെ അവരെ ഫിസിക്കലി മെന്റലി അവർ ടോർച്ചർ ചെയ്യും, ഫിസിക്കലി അബ്യൂസ് ചെയ്യും. അതിന് കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ സുറുമി ഇവിടെ പറഞ്ഞിട്ടുണ്ട്, പല സ്ത്രീകളോട് പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ ഇവരെന്താ ചെയ്യുക, നമ്മുടെ ഇസ്ലാമിന്റെ അവഹേളനം എന്ന് പറഞ്ഞിട്ട് എക്സ് മുസ്ലിംസ് എന്ന ടാഗ് ഇല്ലെങ്കിൽ ഒരു പട്ടി പോലും ഇവർ തിരിഞ്ഞു നോക്കില്ല. കാരണം ഇവരെല്ലാവരും ഈ പറഞ്ഞത് ഈ ശിശുഭോഗത്തിനെ ഈ പറഞ്ഞ ഇൻസിസ്റ്റന്റിനെ ന്യായീകരിക്കുന്നവരാണ്. അതിന് സീനാസ് വളരെ കൃത്യമായിട്ട് പറഞ്ഞത് സ്വന്തം അമ്മയാണെങ്കിൽ പോലും ഈ കുഞ്ഞിന്റെ സമയത്ത് ഹോട്ടലിൽ കൂടി ഹോൾട്ട് നോക്കി നീ ആസ്വദിക്കുന്ന റോക്കറ്റ് ഉണ്ടെന്നാണ് അവന്റെ അനുയായാണ്. അതിനെ ന്യായീകരിച്ച അമൽ എന്ന് പറയുന്ന PDF ഫോൺ കൃത്യമായിട്ട് കാര്യം പറയാം. ഇത്തരക്കാരെ ഒരു നാണവും മാനവും ഇല്ലാതെ ഈ പറയുന്ന ആൾക്കാരെ പിന്നെ ഒരു നാണവും മാനവും ഇല്ലാതെ സപ്പോർട്ട് ചെയ്തിട്ട് ഈ പറയുന്നത് പോലെ അല്ല ഇതിൽ അർച്ചു പറഞ്ഞത് എന്താണെന്നറിയോ? അമ്മൽ ചോദിച്ചതിനല്ല നിങ്ങളും അങ്ങനെ തന്നെയാണ് പറഞ്ഞത്. ഓക്കെ ഞാൻ മുന്നോട്ട് വെച്ച വാദങ്ങൾ, അതായത് എനിക്ക് മനസ്സിലായി, കുഴപ്പമൊന്നുമില്ല. ഞാൻ മുന്നോട്ട് വെച്ച വാദങ്ങൾ എന്ന് വെച്ചാൽ മുഹമ്മദ് ഒരു ശിശുപീഡകനും ഒരു അടിമഭോഗിയുമാണെന്നാണ് ഞാൻ മുന്നോട്ട് വെച്ച വാദം. അതിന് സാധാരണ ഒരു രീതിയിൽ ഹർഷ പറയുന്നത് എൻ്റെ പ്രവാചകൻ ഒരു അടിമഭോഗിയല്ല, അല്ലെങ്കിൽ എൻ്റെ പ്രവാചകൻ ഒരു കൊച്ചുകുട്ടിയെ പീഡിപ്പിച്ചിട്ടില്ലെന്നാണ്. അവൻ എന്തൊക്കെയോ ഒരു മിനിറ്റ് പറഞ്ഞു, ഒന്നും ആർക്കും മനസ്സിലായിട്ടില്ല. വ്യക്തമായി പറയുന്നു 6 വയസ്സുള്ള കുഞ്ഞിനെ പീഡിപ്പിച്ച വ്യക്തിയാണ് മുഹമ്മദ്. അത് ഒരുപാട് അടിമ സ്ത്രീകളെയും പീഡിപ്പിച്ചുള്ള വ്യക്തിയാണ് മുഹമ്മദ്. ഇനി മുലകുടി ബന്ധത്തിന്റെ കാര്യം അടുത്ത ദിവസത്തിൽ പറയാൻ വിചാരിച്ചിരിക്കുകയാണ്. മുലകുടിച്ച് ഇവർ സഹോദരങ്ങളാക്കുന്നത് മുതിർന്ന ആൾക്കാർ പോലും വല്ലവനെ ഭാര്യയുടെ മുലയെ പോയി ചപ്പുന്ന ഒരു രീതിയാണ് ഇസ്ലാമിലുള്ളത്. അത് ഞാൻ അടുത്ത പോയിന്റ് പറയാം. ഇപ്പം ഞാൻ നിൽക്കുന്ന പോയിന്റ് എന്ന് പറഞ്ഞാൽ മുഹമ്മദ് എന്ന് പറയുന്ന ഇവരുടെ പ്രവാചകൻ ഒരു ശിശുഭോഗിയും ഒരു അടിമഭോഗിയുമാണ്. ഈ വിഷയത്തിൽ അർഷിന് റിഫ്യൂട്ടൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അല്ല, ഇപ്പം മുഹമ്മദ് അങ്ങനെയാണെന്ന് അർഷി അംഗീകരിച്ചിരിക്കുകയാണെങ്കിൽ പിന്നെ അർഷിന് മറുപടി പറഞ്ഞ കാര്യമില്ല. അംഗീകരിച്ചിട്ടില്ലെങ്കിൽ അർഷി മൈക്കെടുത്ത് പറയണം എന്തുകൊണ്ട് മുഹമ്മദ് ശിശുഭോഗിയും ഒരു അടിമഭോഗിയും ആകുന്നില്ല എന്ന് അർഷി വാദിക്കണം. വാദിച്ചില്ലെങ്കിൽ ഇപ്പം സുറുമീൻ എന്തൊക്കെയോ അറിയില്ല. ഓക്കെ, താങ്ക് യു. അപ്പോൾ ഞാൻ പറഞ്ഞ വാദം കൃത്യമായിട്ട് മനസ്സിലാക്കുന്നതിന് വേണ്ടി പറയാണ്. അതായത് ഈ പറഞ്ഞ ശിശുഭോഗത്തെയും ഇൻസിസ്റ്റിനെ ന്യായീകരിക്കുന്നവരെ മുക്കൾ. അതിന്റെ ഉദാഹരണം ഞാൻ സിദ്ധാസിന്റെ കാര്യം പറഞ്ഞു. സിദ്ധാസ് കൃത്യമായിട്ട് ഹോട്ടലിൽ കൂടി സ്വന്തം മാതാവിനെ നോക്കി റോക്കറ്റ് വിടുന്ന പറഞ്ഞ ആളുടെ അനുയായാണ്. അത് ന്യായീകരിച്ചാണ്. ഞാൻ പറഞ്ഞ വാദം ഈ പറഞ്ഞ ഷിഹാബുദ്ദീൻ തീവ്രവാദിയാണ്. അതേപോലെ തന്നെ ഈ പറഞ്ഞ മുക്കൾ ഓരോന്നും ഇസ്ലാമിന്റെ പേര് പറഞ്ഞ സ്ത്രീകളെ പീഡിപ്പിക്കുന്നവരാണ്. ഈ പറഞ്ഞ സ്ത്രീകളെ മാനസികമായിട്ടും അതേപോലെ ശാരീരികമായിട്ട് പീഡിപ്പിച്ച് റേപ്പ് ചെയ്യാൻ പോലും മടിക്കാത്ത തീവ്രവാദികൾ. അതല്ലാണെന്ന് വാദം ഉണ്ടെങ്കിൽ അത് റിഫ്യൂട്ട് ചെയ്യാൻ പറ്റുവാണെങ്കിൽ അതിന് ഈ പറയുന്ന കാര്യത്തിൽ ഡിബേറ്റ് താല്പര്യമുണ്ടെങ്കിൽ അമലിന് മുന്നോട്ട് വരാം. കാരണം ഇസ്ലാമിന്റെ കാര്യം പറയാലോ. അതാണ് എന്റെ സമയം
സ്റ്റാർട്ട് ചെയ്യട്ടെ ജിന്നെ അപ്പൊ ഞാൻ എടുക്കുന്ന വാദം എന്താണ്? ഈ പറഞ്ഞ ആൾക്കാർ, അതായത് സ്വന്തം ഭർത്താവിനെ പോലും കൊല്ലാൻ മടിക്കാത്ത, ഉറക്കുകൾ കൊടുത്തിട്ട് അവഹേളനം ചെയ്യാൻ മാത്രം മടിക്കാത്ത ഈ പറഞ്ഞ ഷെറിൻ റാഷിദിനെ പോലത്തെ സ്ത്രീ, അതേപോലെ തന്നെ ഈ അമൽ എന്ന് പറയുന്നത് സ്വന്തം മാതാവിനെ പോലും നോക്കിയിട്ട് വാണം ഓടിക്കണമെന്ന് പറഞ്ഞ നസീർ നാസിന്റെ അനുയായി, ഇത്തരക്കാർ സ്വന്തം പെങ്ങളായിക്കോട്ടെ ഏത് സ്ത്രീ ആയിക്കോട്ടെ, ഞാൻ എല്ലാവരും കുറിച്ച് പറയുന്നില്ല, അമലിനെ പോലെയുള്ള മക്കളെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. അപ്പം അപ്പൊ എന്റെ വാദം ഇതാണ്, ഇത് അല്ല എന്ന് തെളിയിക്കാൻ ധൈര്യമുണ്ടോ? അതാണ് ചോദ്യം. നിങ്ങൾ ഇത്രയും പേരില്ലേ, അത് ഒറ്റയ്ക്കല്ലേ ഉള്ളൂ. അതല്ല, അതിൽ ഇസ്ലാം പഠിപ്പിക്കാൻ വന്നല്ല, ഇസ്ലാം പഠിപ്പിക്കാൻ വന്നവനല്ല ഞാൻ. ഇത് പറയാനുള്ള ആവശ്യമുണ്ടോ? ഡിബേറ്റ് ഞാൻ റെഡിയാണ്. സൂര്യന് ടൈം എടുത്താണ് മോനെ, സൂര്യന് ടൈം എടുത്താണ്. നമ്മൾ ഇപ്പം നസീർ നാസ് എന്തൊക്കെ പറയാം നമുക്കൊന്നും അറിയത്തില്ല. ഇപ്പൊ അവരെയൊക്കെ നമ്മൾ ഈ അർഷ പറയുന്ന ആൾക്കാരൊക്കെ പരസ്യമായിട്ട് നമ്മൾ എതിർത്തിട്ടുണ്ട്, വിമർശിച്ചിട്ടുണ്ട്. നമ്മുടെ പ്രവാചകൻ എന്നല്ല നസീർ നാസ് ഏത് മൈരൻ അപ്പോൾ പറഞ്ഞ് എനിക്ക് പറയാൻ പറ്റും. പക്ഷെ അങ്ങനെയാണ് അർഷിന് മുഹമ്മദ്, അർഷിന്റെ മാനവരിൽ മനോഹരനായ തങ്കമായി കാണുന്ന പൊന്ന് സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് ഞാൻ ശിശുപീഡകനെന്നും അടിമ പോകി എന്ന് വിളിച്ചത്. അതിനെ ഒന്ന് റെഫ്യൂട്ട് ചെയ്യാനോ അങ്ങനെ അദ്ദേഹം ചെയ്തില്ലെന്ന് പറയാനും പറ്റുന്നില്ല. എന്തുകൊണ്ടാണ് അർഷിന് പറയാൻ പറ്റുന്നത്? അർഷി വാ തുറന്ന മുഹമ്മദ് അങ്ങനെ അല്ലെന്നൊരു വാക്ക് ഇവിടെ പറഞ്ഞ, ഇവിടെ ഖുറാനും ഹദീസും തന്നെ അണ്ണാക്കിൽ ഇടിച്ചേരി ഇവിടെ കൂനിച്ചു നിർത്തിയാണ് ഞാൻ കരയിക്കും. അതുകൊണ്ടാണ് അവൻ അതിന് പകരം സുറുമി നസീർനാസ് എന്നൊക്കെ പറഞ്ഞ് അമലിന്റെ ഉമ്മ ഇങ്ങനെ പറഞ്ഞിരിക്കാതെ മുഹമ്മദിനെ പറ്റി പറഞ്ഞ കാര്യത്തിന് വ്യക്തമായി നിനക്ക് അണ്ടി കുറപ്പുണ്ട്, നിന്നെ ചാലഞ്ച് ഇടാം മൈരെ. നീ ഇപ്പൊ ചാലഞ്ച്, ഇപ്പൊ നിന്നെ ഖുറാനും ഹദീസും അണ്ണാക്കിൽ ഇടിച്ചേരി നീ ഇവിടെ കൂനിച്ചു നിർത്തി ഞാൻ കരയിപ്പിക്കും. ഓക്കെ, താങ്ക് യു. ഒരു മിനിറ്റ് പോലും വേണ്ട, ഒരു ചാൻസ് കൂടി കൊടുക്കും. ഓക്കെ, ഞാൻ പറഞ്ഞ കാര്യം ഞാൻ പറയുന്ന കാര്യം വളരെ ഞാൻ വളരെ കൃത്യമായിട്ട് പറയാണ്. ഇവൻ വേണമെങ്കിൽ ഇവൻ ഒരു നാണു മാനുവിലെ സ്വന്തം മാതാവിനെ പോലും തെളിവിളിക്കും. അവൻ തിരുത്തി പറയും, എന്ത് വേണമെങ്കിലും പറയും. നസീർ നാസിന് ഒരു കാലത്ത് വേണ്ടിയിട്ട് ഇവൻ ഘോരം പ്രസംഗിച്ചിട്ട് ഓരോ മുസ്ലിങ്ങളെ തെളിവിളിച്ച ഒരു തീവ്രവാദിയാണ് ഇവൻ. ഞാൻ പറയുന്ന വാദം സിമ്പിൾ ആണ്. നിങ്ങൾ ഈ പറഞ്ഞ സുറുമി ഈ പറഞ്ഞ പീഡിപ്പിക്കപ്പെട്ടിട്ടുണ്ട്, അതേപോലെ തന്നെ ഓട്ടോ ചെയ്തപ്പെട്ടതിനെ കുറിച്ച് നമുക്കറിയാം, യൂസ് ചെയ്ത കാര്യം നമുക്കറിയാം, അതേപോലെ അമൽ ഈ ചെയ്ത കാര്യങ്ങൾ കൃത്യമായിട്ട് പറയാം. സ്വന്തം ഭർത്താവിനെ പോലും കൊല്ലാൻ മടിക്കാത്ത ഷെറിൻ എന്ന് പറഞ്ഞാൽ ഗുളിക കൊടുത്തു കൊല്ലാൻ, ഈ കാര്യങ്ങൾ അല്ല എന്ന് പറഞ്ഞാൽ അതും അല്ല എന്ന് തെളിയിച്ചാൽ ഞാൻ എന്ത് ചെയ്യും? ഈ റെക്കോർഡിംഗ് പ്ലേ അവൻ അണ്ണാക്കിട്ട് കൊടുക്കാൻ അറിയാം. ഞാൻ അവനെ വെല്ലുവിളിക്കാണ്, അല്ല എന്ന് തെളിയിക്കാൻ എനിക്ക് പറ്റും എന്ന് നീ മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ ഓരോ റെക്കോർഡിംഗ് ഇട്ട് നിന്റെ അണ്ണാക്കിട്ട് ഞാൻ പൊട്ടിക്കും. വളരെ കൃത്യമായിട്ട് നിങ്ങൾ ചെയ്യുന്നത് തീവ്രവാദ പ്രവർത്തനമാണ്. പണ്ട് ഈ പറഞ്ഞ സംഘടന നമ്മൾ നിൽക്കില്ല എന്ന് പറഞ്ഞ് ഇന്ന് സംഘടനയുടെ കൂടെ ഇരുന്നിട്ട് ഈ പറഞ്ഞ ഒരു കമ്മിറ്റി ഇല്ലാതെ ശ്രമിക്കുന്ന തീവ്രവാദികൾ, സ്ത്രീകളെ പീഡിപ്പിക്കും, അതേപോലെ തന്നെ മാതാവിനെ പോലും പിടിക്കാൻ മടിക്കാത്ത അമലിനെ പോലത്തെ ആള് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് അവന്റെ പിതാവും അവന്റെ ഗ്രാൻഡ് PDF ആണെന്ന്. അതെല്ലാം തെളിയിക്കാൻ പറ്റുമെന്ന് ആണ് ചോദ്യം. കുറച്ച് ആരോപണങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ട് ചോദ്യം ചോദിക്കാതെ ഒന്നും ഉത്തരം ടൈറ്റിൽ വിട്ടിട്ട് ഇത് എന്തോ കാണിക്കുന്നത്. നമ്മൾ വ്യക്തമായിട്ട് ഒരു ചാലഞ്ച് വെച്ചിരിക്കുന്നു. എനിക്കൊന്ന് അർഷിനെ ചാലഞ്ച് ഏറ്റെടുക്കാൻ പറ്റില്ല. അപ്പോൾ ഞാനത് റിപ്പീറ്റ് ചെയ്യേണ്ട കാര്യമുണ്ടോ? ഞാൻ വ്യക്തമായി പറഞ്ഞു. ഞാൻ വേറൊരു കാര്യം പറയാം. ഇസ്ലാമിൽ ഇപ്പോൾ സ്ത്രീകളെ പറ്റി അർഷി പറയുന്നുണ്ടോ? ഇസ്ലാമിലെ സ്ത്രീ എന്ന് പറഞ്ഞാൽ ഇപ്പം ഒരു ഹദീസുണ്ട്. സഹല വന്നിട്ട് പറയുകയാണ്, നമ്മുടെ വീട്ടിലൊരു പ്രായപൂർത്തിയായ പുരുഷനുണ്ട്, അവൻ വീട്ടിലുള്ളതിന്റെ ഭർത്താവിന് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന മുഹമ്മദ് എന്താ പറഞ്ഞറിയാം. അങ്ങനെയാണ് ഒരു പണി സഹല, നിന്റെ മുല എടുത്താൽ വായി വെച്ചെടുത്താൽ കൂടി ചപ്പിക്കാൻ. അങ്ങനെ മുല പിടിപ്പിച്ച് കഴിയുമ്പോഴത്തേക്ക് അവന്റെ സഹോദരൻ മകൾ വായിക്കല്ലോ. അങ്ങനെയാണ് ഉമാരുടെ രീതി. അതായത് ഉമർ 6-ാം നൂറ്റാണ്ടിന്റെ രീതി നോക്കുക. സ്വന്തം ഭർത്താവിന് മറ്റൊരു പുരുഷൻ വീട്ടിലുള്ള ബുദ്ധിമുട്ടാകുമ്പോൾ അവന്റെ വായിലോട്ട് മുല എടുത്ത് വെച്ചെടുക്കാനാണ് ഒരു പ്രവാചകൻ പറഞ്ഞിട്ടുണ്ട്. ഇതേപോലത്തെ ഒരു പ്രവാചകനെ കൊണ്ട് നടന്നിട്ടാണ് ഇവിടെ ഒരു ആറയോ പെണ്ണുങ്ങളുടെ പേര് വിളിച്ച് പറഞ്ഞ് ഇങ്ങനെ പറഞ്ഞു. ഇപ്പം കോഴി അർഷിന്റെ കാര്യം, അർഷിന്റെ ഭാര്യയ്ക്ക് കമർ വീട്ടിലുള്ളത് ബുദ്ധിമുട്ടാണ്, അർഷിന്റെ ഭാര്യയുടെ മുലയെടുത്ത് കമറോട് വായിച്ചുള്ള പ്രശ്നം തീരും. അങ്ങനെയാണ് ഇവന്മാർ 6-ാം നൂറ്റാണ്ടിലെ രീതിക്കനുസരിച്ച് ഇവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നത്. പിന്നെ നബീലിന്റെ ആയാലും താഴേക്ക് സുഡു മുഫ്തിയുടെ പെണ്ണുകളായാലും ഇവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ട് പ്രശ്നം ഉണ്ടെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ട് മുല കൊടുത്തിട്ടാണ് ഇവന്മാർ കാര്യങ്ങൾ സോൾവ് ചെയ്യുന്നത്. ഇതിനൊക്കെ മറുപടി പറയല്ലേ അർഷ? ഇതിനൊന്നും മറുപടി പറയാൻ പോലെ അർഷ. ഇനി ഞാൻ പറഞ്ഞ കാര്യം കൃത്യമായിട്ട് ഞാൻ വേറെ പുതിയ കഥ പറയാം. അതായത് പണ്ട് ഈ പറഞ്ഞ എന്താണ് മിണ്ടായിരിക്കും. അപ്പൊ ഈ പറഞ്ഞ മറുപടി പറയണ്ട. അല്ല സൂരജ് ഇടപെടുന്നുണ്ട് കേട്ടോ. സംസാരിക്കുന്ന മഹാമോശമാണ് കേട്ടോ. ഇല്ല, ടൈം സ്റ്റാർട്ട് ആയിട്ടില്ല. ഓക്കെ, അപ്പൊ നമ്മൾ എന്താണ് ജിന്നെ അത് വളരെ കൃത്യമായിട്ട് പുതിയ കഥ ഞാൻ പറഞ്ഞുതരാം. അതായത് ഈ പറഞ്ഞ ഷെറിൻ എന്ന് പറഞ്ഞ സ്ത്രീ എന്റെ ഭർത്താവിനെ കൊല്ലാൻ നടക്കുന്ന സമയത്ത് അമൽ പറഞ്ഞ കാര്യമാണ് കൃത്യമായിട്ട് അവൻ പറഞ്ഞു. അതിന്റെ റെക്കോർഡിംഗ് തെളിവ് സഹിതം പ്ലേ ചെയ്താണ്. ഈ 6-ാം നൂറ്റാണ്ടിന്റെ കഥ 24-ാം കഥ. ഷെറിനെ ഈ ഭർത്താവിനെ കൊന്നു കഴിഞ്ഞാൽ ഒരു പക്ഷേ ജയിലിൽ പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നിന്റെ എമ്മും നിന്റെ കെയും ഞാൻ പിടിക്കാം. അതൊന്നും ടെൻഷൻ എടുക്കണ്ട. ഞാൻ സൂസന് വേണ്ടി ഐഫോൺ വാങ്ങിക്കൊടുത്താണ്, പക്ഷെ അവൾ എനിക്ക് കിട്ടിയിട്ടില്ല. അവൾ എന്നെ ചതിച്ചു. അതുകൊണ്ട് നിന്റെ എമ്മും ഇവന്റെ തള്ളയുടെ കുണ്ടിയിലും മുലയിലും പിടിച്ചു. ഇവൻ എന്നെ പറഞ്ഞത് ഞാൻ അതുപോലെ അർഷിന് 1 മിനിറ്റ് കൊടുക്കുക. അർഷ് പറഞ്ഞ ശേഷം മറുപടി ഷെറിനാണ്. അപ്പൊ അർഷ് പറയട്ടെ. താങ്ക് യു.
ലവ് യു. അനുവദിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ് 1.5 മിനിറ്റ് ഷെറിന്. 1.5 മിനിറ്റ് അല്ല, 1 മിനിറ്റ്. ഒരു മിനിറ്റ്. ഒരു മിനിറ്റ് അത്ര മതി, കുറെ സമയം. ഓക്കെ. അപ്പൊ ഇവിടെ കൃത്യമായിട്ട് ഈ പറഞ്ഞ ഭർത്താവിനെ കൊല്ലാൻ നടക്കുന്ന ഷെറിൻ പറഞ്ഞു ഗുളിക കൊടുത്തവനെ കൊന്നൂടെ, ഞാൻ ബാൽക്കണി പോയിട്ടാണ് ഈ പറഞ്ഞ ഇസ്ലാം അവിടെ നടത്തുന്നത്. അപ്പം പറഞ്ഞറിയോ, നീ ടെൻഷൻ അടിക്കേണ്ട ഷെറിനെ, ഞാൻ നിന്റെ പിടിക്കാൻ ഗെയിം പിടിക്കാൻ ഞാൻ നിനക്ക്. ഞാൻ സൂസന്റെ പുറകെ iPhone 13 വാങ്ങിക്കാൻ പോകുമ്പോൾ അവൾ എന്നെ റിജക്ട് ചെയ്തു. എനിക്കൊരു പട്ടിയുടെ വില ഈ സൂസൻ തന്നിട്ടില്ല. പക്ഷേ ഞാൻ തരാം. ഇത് 6-ാമത്തെ കഥയല്ല, 21-ാമത്തെ കഥ. അതും റെക്കോർഡിംഗ് ആണ്, ഹദീസല്ല. ആ സമയത്ത് ഇവൾ പുളകം പറഞ്ഞുകൊണ്ട് പറയാണ്, ഇല്ല എനിക്ക് സാധിക്കുന്ന കുട്ടികളുണ്ട് എന്ന് പറഞ്ഞ ഈ സ്ത്രീയാണ് ഈ ഷെറിൻ റാഷ് എന്ന സ്ത്രീ. അതിന് റെക്കോർഡിംഗ് പ്ലേ ചെയ്താണ്. അതിനുശേഷം എനിക്ക് വാട്സ്ആപ്പിൽ മെസ്സേജ് ആണ് ഈ പറഞ്ഞ നീ എനിക്ക് പ്ലേ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ നിന്റെ ഇസ്ലാമിനെ എയറിലേക്ക് കയറ്റും എന്ന് പറഞ്ഞ വാട്സ്ആപ്പ് മെസ്സേജ് കയറുണ്ട്. അപ്പോൾ ഇതല്ല എന്ന് തെളിയിക്കാൻ നിന്നെ കൊണ്ട് പറ്റുമോ എന്ന ചോദ്യം. ഈ പറഞ്ഞ എല്ലാ സ്ത്രീകളുടെ പുറകിൽ നടക്കുന്ന ഒരു വെറും പേപ്പട്ടിയാണ് അമൽ എന്ന് പറയുന്നവൻ. അതല്ല എനിക്ക് തെളിയിക്കാൻ പറ്റുള്ള വൃത്തികെട്ടവനെ. അപ്പൊ നീ 21 ഞാൻ പറഞ്ഞിട്ട് നിന്റെ ടൈം അതുകൊണ്ട് നീ പറഞ്ഞു. ഇതിങ്ങനെ എല്ലാവർക്കും ഓരോ മിനിറ്റ്. ഈ പറഞ്ഞത് ഞാൻ അക്ഷയോട് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഞാൻ സമീർ ഉറങ്ങിക്കിടക്കുമ്പോൾ പെട്ടെന്ന് ഉണരും, ഞാൻ ഇവിടെ സുഡാപ്പികളോട് കിടന്ന് അലർന്ന് കേട്ടിട്ട് അപ്പോൾ എന്നെ വന്ന് ദേഷ്യപ്പെടും. ഓൾറെഡി ഓർമ്മ ഒരു കേസ് കൊടുത്ത് ഇനിയും കേസ് കൊടുക്കണം പറഞ്ഞ് എൻ്റെ അടുത്ത് ദേഷ്യപ്പെടുന്നു പറഞ്ഞിട്ട് ഞാൻ ബാൽക്കണി പോയിട്ടാണ് സംസാരിക്കുന്നത്. അപ്പോൾ അക്ഷയ് എന്ന് പറഞ്ഞു എങ്കിൽ ഒരു ഉറക്കഗുളിക എടുത്ത് കൊടുത്തൂടെ. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ ഇങ്ങനെ ഉറക്കഗുളിക കലയിൽ കൊടുത്തിട്ട് പോയിരുന്നു ഞാൻ സംസാരിക്കാന്നില്ല. ഇത് അതെടുത്തിട്ട് ഇവൻ ഞാൻ ഭർത്താവിനെ കൊല്ലാൻ കൊടുക്കുന്നതെന്ന് പറഞ്ഞ് പ്ലേ ചെയ്യുന്നു. ബാക്കി പറഞ്ഞു അത് അത്രേ ഉള്ളൂ സത്യം. ബാക്കി പറയുന്നത് എന്തോ മറ്റേ ഇവൻ പറഞ്ഞ് ഇതുകൊണ്ട് ഫേസ്ബുക്കിലിട്ട് എന്നെ ഭയങ്കര ഇത് ചെയ്യും മറ്റേത് ചെയ്യും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവനാണ് ഇങ്ങോട്ട് ഭീഷണിപ്പെടുത്തി. അപ്പോൾ ഞാൻ പറഞ്ഞു അങ്ങനെ ചെയ്താൽ നിന്റെ ഇസ്ലാമിനെ ഞാൻ എയറിൽ കയറ്റുന്നു പറഞ്ഞു. അല്ല അതാണ് ഞാൻ ചാറ്റ്, അല്ലാതെ ഇവൻ പറഞ്ഞ പോലെ അല്ല. അവനല്ല അടുത്ത ഞാൻ എടുക്കാൻ പോകുന്നത് മുഹമ്മദ് കാറ്റടിച്ച് ഒളിഞ്ഞു നോക്കി സൈനബയുടെ തുടരുണ്ട് കമ്പിയായിട്ട് പോയി സൈദിനെ കൊണ്ട് ഡിവോഴ്സ് ചെയ്യിപ്പിച്ച് കല്യാണം കഴിച്ചാണ് അടുത്തത്. എന്റെ അവസരമാണ് എന്നെ കുറിച്ച് പറയാം. എന്റെ അവസരമാണ്. എന്നിട്ട് അങ്ങനെ പറയാൻ മതി. എന്നെ കുറിച്ച് പറയുമ്പോൾ ഞാൻ തന്നെ പറയും. അപ്പോൾ കൃത്യമായിട്ട് മനസ്സിലാക്കാം. അപ്പോൾ ഒരു കാര്യം വാങ്ങിയിട്ട് താങ്ക് ഗോഡ്, ഒരുപാട് സ്തുതി ദൈവത്തിന്. ഒക്കെ എന്താ പറഞ്ഞത്, ഞാൻ അങ്ങനെ പറഞ്ഞതല്ല. കൃത്യമായിട്ട് ഞാൻ അവർക്ക് ഒരു മെസ്സേജ് ഇല്ല. എന്റെ വാട്സ്ആപ്പിൽ മെസ്സേജ് അവളാണ് പറയുന്നത്. കൃത്യമായിട്ട് അവൾ പറഞ്ഞ കാര്യം എന്താണ്, ഞാൻ അങ്ങനെയാണ് അഡ്ജസ്റ്റ് ചെയ്യാറ്. ഉറക്ക ഗുളികൊക്കെ കൊടുത്തിട്ടാണ് അഡ്ജസ്റ്റ് ചെയ്യാറ്. രാത്രി ഇയാൾ ഉറങ്ങിയാൽ പോലും ജനങ്ങൾ അറിയില്ല. ബോംബ് വീണാൽ പോലും ഭർത്താവ് അറിയില്ല. അതുപോലത്തെ ഒരു പോങ്ങനാണ് എന്റെ ഭർത്താവ് നമ്മൾ പറഞ്ഞത്. എന്നെ പോങ്ങാൻ എന്റെ ഭർത്താവ് ഉറങ്ങി അറിയില്ല. ഞാൻ എല്ലാ രാത്രി വരും കുട്ടികൾ ചില സമയത്ത് കംപ്ലൈന്റ് ചെയ്യും എന്റെ ഭർത്താവ്, അതാണ് പ്രശ്നം. അപ്പോൾ ഞാൻ ഉറക്ക ഗുളിക കൊടുത്തിട്ടാണ് ഇവർ അഡ്ജസ്റ്റ് ചെയ്യുന്നത് എന്ന് പറയുമ്പോൾ അമൽ എന്ന് പറയുന്ന തീവ്രവാദി പറഞ്ഞാണ് കുഴപ്പമാക്കേണ്ട ഈ ഷെറിൻ റാഷിദെ, നിനക്ക് വേണ്ടി ഞാൻ നിന്റെ എമ്മിനെയും കെയും പിടിച്ചു തരാം, അപ്പോൾ നിനക്ക് ഒരു ഓർഡാസ് കിട്ടും എന്ന് പറഞ്ഞ തെണ്ടിയാണ് ഇവൻ. ആരാണ് ഈ പറഞ്ഞ സോറി തെണ്ടിയല്ല പരമ ചെറ്റാണ് ഈ അമല എന്ന് പറയുന്നവൻ. ഈ പറയുന്ന 21-ാം നൂറ്റാണ്ടിൽ ഇതൊക്കെ ചെയ്യുന്ന ഇവരാണ് 6-ാം നൂറ്റാണ്ടിൽ പറ്റിയ കാര്യം പറഞ്ഞിട്ട് കരുതുന്നത്. ആദ്യം 21-ാം നൂറ്റാണ്ടിലെ പീഡനവും 20-ാം നൂറ്റാണ്ടിൽ ചെയ്യുന്ന വൃത്തികളും അത് നിർത്തുക. അതിനുശേഷം 6-ാം നൂറ്റാണ്ടിൽ പോവാം. ഇതൊക്കെ റെക്കോർഡാണ്, ഇതൊക്കെ വോയിസ് ആണ്. കൃത്യമായിട്ട് നീ താങ്ക് യു. ഇത് അമലിന് കൊടുത്തു എന്റെ ചാൻസ്. എന്റെ ഒരു മിനിറ്റ് ഒരു മിനിറ്റ് ഞാൻ പറഞ്ഞിട്ട് ഇനി ഫുൾ അമലിന്റെ ടേൺ ആണ്. എനിക്ക് വേണ്ട ഫുൾ അത് അമൽ എടുത്തോ. എന്റെ ഒരു മിനിറ്റ് മാത്രം ഞാൻ എടുക്കാം. ഓക്കെ അത് കഴിഞ്ഞിട്ട് എനിക്ക് ടേൺ വേണ്ടെന്ന് അത് അപ്പൊ ഈ ഓക്കെ. അപ്പൊ ഇപ്പൊ എങ്ങനെയാണെന്നോ എന്റെ ഭർത്താവിനെ മോശപ്പെടുത്തി യാതൊരു പറയിട്ടില്ല. അത് ഇനി അവൻ ചോണ ഉണ്ടെങ്കിൽ ആ ഓഡിയോ പ്ലേ ചെയ്യാൻ പറയുന്നു. അമൽ ഇങ്ങനെ വൃത്തിയോട് പറഞ്ഞെന്നുള്ള ചോണ ഉണ്ടെങ്കിൽ വീഡിയോ പ്ലേ ചെയ്യാൻ ഞാൻ ചാലഞ്ച് ചെയ്തു. പിന്നെ ബാക്കി ഫുൾ അമൽ പറഞ്ഞോളൂ. ഇത്രയും പറയുന്നു. എന്നെ കുറിച്ചാണ് പറഞ്ഞത്. അല്ല ഞാൻ ഒരു കാര്യം കൃത്യമായിട്ട് പറയാനുള്ളത്. ഇതൊക്കെ ഓൾറെഡി ഓഡിയോ പ്ലേ ചെയ്യാൻ റീപ്ലേസ്മെന്റ് ഇവിടെ പറയുമ്പോൾ ഇവർക്ക് പിന്നെ തെളിവ് കൊടുക്കാൻ ഇവിടെ അപ്പനോട് പോയിട്ട് പറയാൻ പറയും, അല്ലെങ്കിൽ അമ്മനോട് പറയാൻ പറയും. തെളിവ് കൊടുക്കാൻ വേണ്ടി എന്താണ് ഇത് ഇപ്പോൾ തോന്നുമ്പോൾ ഇതൊക്കെ കൃത്യമായിട്ട് ഓൾറെഡി പ്ലേ ചെയ്ത് കഴിഞ്ഞ കാര്യമാണ്. അയ്യോ മിണ്ടല്ലേ, ഇത് ഓൾറെഡി പറഞ്ഞാണ്. ഇതൊക്കെ ഓൾറെഡി കഴിഞ്ഞ കാര്യങ്ങളാണ്. അപ്പോൾ ഇതുപോലെ തീവ്രവാദികൾ 21-ാം നൂറ്റാണ്ടിൽ ഇരുന്നുകൊണ്ട് ഇവിടുത്തെ പ്രശ്നങ്ങൾ ആദ്യം സോൾവ് ചെയ്യും. അതിനുശേഷം പോയാൽ പോലെ മക്കൾ 6-ാം നൂറ്റാണ്ടിൽ 22 എന്തൊക്കെ പ്രശ്നമുണ്ട്. സുറുമിയുടെ പ്രശ്നമുണ്ട്, ഷെഫീഖിന്റെ പ്രശ്നമുണ്ട്, ഓട്ടോയുടെ പ്രശ്നമുണ്ട്, അതേപോലെ അമലിന്റെ പ്രശ്നമുണ്ട്. പിന്നെ ഓട്ടോവും അതേപോലെ തന്നെ പല ആൾക്കാരുടെ പ്രതീക്ഷ തമ്മിൽ പ്രശ്നമുണ്ട്. പെണ്ണിന്റെ കേസാണ് മൊത്തം പെണ്ണ് കേസ് മാത്രം. ആ ഇത്രത്തുള്ള പെണ്ണിന്റെ കേസൊക്കെ നിർത്തിയിട്ട് പൊന്നു മക്കളെ നിങ്ങൾ ആദ്യം അത് ശരിയാക്കുക, നിങ്ങൾ പ്രശ്നം ശരിയാക്കുക. അതിനുശേഷം പോയ 6-ാം നൂറ്റാണ്ടിൽ പോകുന്നത് ഇത്ര വൃത്തികെട്ട ജീവിത രീതിയാണ് നയിക്കുന്നത്. സ്വന്തം മാതാവിനെ വേണ്ട പിതാവിനെ വേണ്ട. മരിച്ചു കഴിഞ്ഞാൽ ആദ്യം എന്നാണ് പറഞ്ഞത് ഞങ്ങൾ മെഡിക്കൽ കോളേജിൽ കൊടുക്കില്ല. ഇപ്പൊ പറയുന്നു ഞങ്ങൾ മെഡിക്കൽ കോളേജിനെ കൊടുക്കൂ എന്ന് പറഞ്ഞവർ ഇപ്പൊ ഞങ്ങൾ കൊടുക്കില്ല. കാരണം എന്താ ഇപ്പം ഓഡിയൻസ് കേൾക്കണം. അർഷൻ മ്യൂട്ട് ചെയ്യണം. ബഹളം കുറച്ച് കഴിഞ്ഞില്ല, എന്റെ സമയങ്ങളല്ലേ. അർഷൻ മ്യൂട്ട് ചെയ്യോ? മോട്സ് ഭയങ്കര ബഹളം. ഇപ്പം നമ്മൾ കേൾക്കുക. ഇപ്പം ഇവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരുപാട് ആരോപണങ്ങളാണ് ഇവിടെ വെച്ചിരിക്കുന്നത്. ഇപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും ആരോപണങ്ങൾ വെച്ച് അർഷദ് ചെയ്തു, ഞാനിത് ചെയ്തു, അങ്ങനെ പറയുന്നതിൽ ഒരു അർത്ഥമില്ല. ഇപ്പം ഞാൻ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ വ്യക്തമാണ്. മുഹമ്മദ് ഒരു ശിശുഭോഗിയാണ്, മുഹമ്മദ് ഒരു പിന്നെ അടിമഭോഗിയാണ്. അതുപോലെ മുലയെടുത്ത് പിന്നെ മുതിർന്നൊരു പുരുഷനെ മുലയെടുത്ത് വായിച്ചു കൊടുക്കുക, മുല കുടിപ്പിക്കാനായിട്ട് പ്രോജക്റ്റ് പറഞ്ഞു വിട്ടുന്നാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. ഈ 3 ആരോപണങ്ങൾക്ക് എൻ്റെ അടുത്ത റൗണ്ടിൽ ഞാൻ തെളിവുകൾ വെക്കുന്നതായിരിക്കും. കാര്യം നമ്മൾ ചുമ്മാ ഇപ്പോൾ തെളിവില്ലാതെ പട്ടിയെ പോലെ ഇവിടുന്ന് കുറച്ചിട്ട് കാര്യമില്ല. അർഷൻ്റെ ഭാര്യ അതിരുന്നോ, അർഷൻ്റെ ഉമ്മേൻ്റെ ഇത് പറഞ്ഞിട്ട് കാര്യമില്ല. ഇപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും വെറുതെ നമ്മളൊരു ആരോപണങ്ങളാണ്. ഞാൻ അടുത്ത അവസരത്തിൽ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾക്ക് വ്യക്തമായി തെളിവ് വയ്ക്കാൻ പോവുകയാണ്. മുഹമ്മദ് അടിമഭോഗിയാണ്, ഒരു ശിശുഭോഗിയാണ്. ഇതേപോലെ തന്നെ പിന്നെ പ്രായമായ ഒരു പുരുഷൻ്റെ വായിലേക്ക് മുല കുടിപ്പിക്കാനായി മറ്റൊരു സ്ത്രീയെ പറഞ്ഞു വ്യക്തിയാണ് മുഹമ്മദ്. ഇനി മറ്റൊരുപാട് കാര്യങ്ങൾക്ക് പറയാനുണ്ട്. ഈ 3 കാര്യങ്ങൾക്ക് അടുത്തോട്ട് തെളിവിക്കും. തെളിവ് വെച്ചില്ലെങ്കിൽ അങ്ങോട്ട് ഇങ്ങോട്ട് പട്ടിയെ പോലെ കുറയ്ക്കുന്നതാണെന്ന് എനിക്ക് പറയാനുള്ളൂ. അപ്പോൾ അർച്ചന അവസരം കിട്ടുമ്പോൾ അർച്ച വെച്ച ക്ലെയിം ഞാൻ എന്തോ പിടിക്കുമെന്ന് പറഞ്ഞ ക്ലെയിമിന് തെളിവ് വയ്ക്കാം. മുഹമ്മദിന് തെളിവ് ഞാൻ തരും. ഓക്കെ, താങ്ക് യു.
ഒന്നാമത്തെ കാര്യം പറയുന്നത് ഞാൻ ഇസ്ലാമിനെ റെപ്രസെന്റ് ചെയ്യാനോ ഇസ്ലാമിന്റെ കാര്യം പറയാനോ വന്നതല്ല ആദ്യമേ പറഞ്ഞിട്ട് എനിക്ക് ഇസ്ലാമിന്റെ കാര്യത്തെ കുറിച്ച് വലിയ അറിവില്ല, ചെറുതായിട്ട് മാത്രമേ അറിവുള്ളൂ. ഇസ്ലാമിന്റെ പണ്ഡിതനല്ല ഞാൻ. ഇസ്ലാമിന്റെ ഒരു റൂമിൽ പോലും ഇസ്ലാമിനെ കുറിച്ച് സംസാരിച്ചതോ ഇസ്ലാമിനെ കുറിച്ച് ദാവത്തിൽ ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഈ പണി നിർത്തും. ഞാനത് ചെയ്യാറില്ല, എനിക്ക് അറിയില്ല. ഞാൻ ഒരു മുസ്ലിം വിശ്വാസിയാണ്, അതിനപ്പുറം ഈ പറഞ്ഞ ഇസ്ലാമിന്റെ പ്രബോധനമല്ല ഞാൻ. എന്റെ വാദം എന്താണ്, ഈ പറഞ്ഞ 21ാം നൂറ്റാണ്ടിൽ നിങ്ങൾ സ്ത്രീകളെ പിടിപ്പിച്ചിട്ടുണ്ട്, സുറുമിയെ പിടിപ്പിച്ചിട്ടുണ്ട്, അതേപോലെ ഈ പറഞ്ഞ ഓട്ടോ പല വൃത്തികളും ചെയ്തിട്ടുണ്ട്. അതേപോലെ ഈ പറഞ്ഞ ഷെറിൻ റാഷിദ് എന്ന അടിമ സ്ത്രീ, ഈ ഷെറിൻ റാഷിദ് എന്ന സ്ത്രീ വളരെ കൃത്യമായിട്ട് ഭർത്താവിനെ കൊല്ലാൻ മടിക്കാതെ ഞാനത് അഡ്ജസ്റ്റ് ചെയ്താണ് ജീവിക്കുന്നത് എന്ന് പറഞ്ഞാണ് ഇസ്ലാം അവഹേളിക്കാനും മുസ്ലിങ്ങളെ തീവ്രവാദികളാക്കണം. അതാണ് നിങ്ങൾ ആദ്യം തിരുത്തേണ്ടത്. പറഞ്ഞ മനസ്സിലായില്ലേ? നിങ്ങൾ ഈ പറഞ്ഞ കാര്യങ്ങൾക്ക് കൃത്യമായിട്ട് ഓൾറെഡി ഓഡിയോ പ്ലേ ചെയ്ത് കഴിഞ്ഞ കാര്യങ്ങളാണ്. ഈ നമ്മുടെ റൂമിനകത്ത് പ്ലേ ചെയ്ത സമയത്താണ് ഈ പറഞ്ഞ ഷെറിൻ റാഷിദ് എനിക്ക് വാട്സ്ആപ്പിൽ മെസ്സേജ് അയച്ചത്, ഞാനല്ല അയച്ചത്, അവളാണ് എനിക്ക് മെസ്സേജ് അയച്ചത്. അപ്പോൾ ഈ പറയുന്ന നിങ്ങളുടെ തീവ്രവാദ പ്രവർത്തനവും ഈ പറഞ്ഞ മുസ്ലിങ്ങളെ പിന്നെ ഈ പറഞ്ഞ തീവ്രവാദ ഇതിൽ നമ്മൾ ഓഡിയൻസ് മനസ്സിലാക്കേണ്ടത്, ഞാൻ വെച്ച ക്ലെയിംസിനെ അർഷി ചാലഞ്ച് ചെയ്തിട്ടില്ല. അതായത് മുഹമ്മദ് ഒരു ശിശു പീഡകൻ, കൊച്ചുകുട്ടിയെ പീഡിപ്പിച്ചിട്ടുള്ള ഒരു പീഡകനാണെന്ന് ഞാൻ പറഞ്ഞതിനെ അർഷി ചാലഞ്ച് ചെയ്തിട്ടില്ല. അതിനകത്ത് വർഷാനോട് യോജിക്കുന്നതാണ്. രണ്ടാമത് അടിമകളെ പോയിക്കുന്ന അടിമ പോകുകയെന്ന് പറഞ്ഞു, അത് അർഷി ചാലഞ്ച് ചെയ്തിട്ടില്ല. മുതിർന്ന ഒരാൾക്ക് മുല കൊടുക്കാനായിട്ട് മറ്റൊരു സ്ത്രീയെ പറഞ്ഞിട്ടു, ഭർത്താവുള്ള സ്ത്രീയെ മറ്റൊരാൾക്ക് മുല കൊടുക്കാൻ പറഞ്ഞിട്ടു, അർഷി ചാലഞ്ച് ചെയ്തിട്ടില്ല. അല്ലെങ്കിൽ അർഷി ചാലഞ്ച് ചെയ്തിട്ടില്ലെങ്കിൽ ചാലഞ്ച് ചെയ്താൽ അർഷി തെളിയിക്കണം. പക്ഷേ ഞാൻ എന്താണ് ചെയ്തത്, ഞാൻ അർഷിനെ ചാലഞ്ച് ചെയ്യുകയാണ്. അതായത് ഞാൻ സൂസൻ ഐഫോൺ മേടിച്ചു കൊടുത്തു, ഏതോ സ്ത്രീകൾക്ക് ഫോൺ മേടിച്ചു കൊടുത്തു, ഞാൻ ഷെറിനോട് MNK പിടിക്കുമെന്ന് പറഞ്ഞ 2 വാദങ്ങൾ എന്നെ പറ്റി വെച്ചു. ഐ ആം ചാലഞ്ചിങ് യു. അതുപോലെ എന്നെ പോലെ അണ്ടിക്കുറപ്പുണ്ടെങ്കിൽ എന്നെ ചാലഞ്ച് ചെയ്യും. അടുത്തത് നമ്മൾ തെളിവുകളിലേക്ക് പോകുന്ന അവസരമാണ്. അർഷി ചാലഞ്ച് ചെയ്തിട്ടില്ല, എല്ലാവരും മനസ്സിലാക്കണം. അർഷനോട് യോജിക്കും. ഒന്നല്ല അർഷ പറയണം, ഓക്കെ മുഹമ്മദ് ശിശു പീഡകനാണ്, ഞാൻ അംഗീകരിച്ചെന്ന് പറഞ്ഞാൽ ഞാൻ തെളിവ് വെക്കത്തില്ല. പക്ഷേ എന്നെ പറ്റി പറഞ്ഞ കാര്യത്തിന് ഞാൻ ഐ ആം ചാലഞ്ചിങ് യു മാൻ, തെളിവ് കൊടുക്കുക. ഇല്ലെങ്കിൽ കൊണങ്ങണമെന്നൊരു കാര്യമില്ല. ഞാൻ പറഞ്ഞ കാര്യങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ ചാലഞ്ച് മീ, ഞാൻ എവിടെ ചേരാം. അല്ലെങ്കിൽ ഈ ടെൽ മീ ഐ അക്സെപ്റ്റ്, നീ അക്സെപ്റ്റ് ചെയ്യുന്ന ഇല്ലെങ്കിൽ ഞാൻ ഈ പൊട്ടനോട് വളരെ കൃത്യമായ ഒരു കാര്യം ഞാൻ പറഞ്ഞു. ഇസ്ലാമിന്റെ കാര്യം പല 4 വർഷമായിട്ട് ഇവൻ കൊണച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവൻ 4 വർഷമായി കറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ കാര്യം നമ്മൾ ചർച്ച ചെയ്യാറില്ല. അതും ഇതുപോലത്തെ തീവ്രവാദിയോട്. അതായത് ഈ പറഞ്ഞ നസീർ നാസ് സ്വന്തം മാതാവിനെ പിന്നെ നോക്കി റോക്കറ്റ് വിടുന്ന കാര്യം, ഷെറിൻ റാഷിദ് സ്വന്തം ഭർത്താവിനെ കൊല്ലുന്ന കാര്യം, അതേപോലെ ഓട്ടോ ഈ പറഞ്ഞ സുറുമിയെ പിടിപ്പിച്ചു ഷെഫീക്ക് പിടിപ്പിച്ച കാര്യങ്ങളും, അതേപോലെ നീ ഈ പറഞ്ഞ സൂസനെ ഐഫ്, ഇതൊക്കെ ഓൾറെഡി പ്ലേ ചെയ്ത കാര്യങ്ങളാണ്. ഈ കാര്യങ്ങൾ ഈ പറഞ്ഞ സ്ത്രീ പീഡനം എമുക്കൾ നടന്നിട്ടില്ല. അതേപോലെ തന്നെ ഈ സംഖ്യയുടെ കൂടെ കൂടിയിട്ട് നിങ്ങൾ തീവ്രവാദ പ്രവർത്തനം നടത്തുന്നില്ല ക്ലെയിം നിൽക്കുന്നുണ്ടോ? അത് ഞാൻ അതിനെക്കുറിച്ച് അക്ഷരം ഇടുന്നില്ല. എന്തുകൊണ്ട് നീ 21ാം നൂറ്റാണ്ടിൽ നടന്ന ഒരു സ്ത്രീ പീഡനത്തെ കുറിച്ചോ എമുക്കൾ ചെയ്ത പീഡനത്തെ കുറിച്ചോ ഈ പറഞ്ഞ ഫൈനാൻഷ്യൽ തട്ടിപ്പിനെ കുറിച്ചോ അതേപോലെ തന്നെ നിങ്ങൾ ചെയ്ത തീവ്രവാദ പ്രവർത്തനം പറയുന്നില്ല. നിങ്ങളെ പോലത്തെ ആൾക്കാർ ജർമ്മനി പോയി പഠിപ്പിക്കുന്നതുകൊണ്ടാണ് ഈ പറഞ്ഞ വിഷം മനസ്സിൽ വെച്ചിട്ട് പണ്ടെന്താ പറഞ്ഞത്, ഞങ്ങൾ സംഘടനയുടെ കൂടെ കൂടില്ല എന്ന് പറഞ്ഞ് ഇന്ന് സംഘികളുടെ കൂടെ ഇരുന്നിട്ടാണ് മുസ്ലിങ്ങളുടെ തീവ്രവാദ ഇൻസിന്റെ കൂടെ കൂടിയിട്ട് പണ്ടെന്നാണ് പറഞ്ഞത് ഇൻസിന്റെ കൂടെ പോയി നമ്മൾ എവിടെ സംസാരിച്ചു. അപ്പോൾ ഇതൊക്കെ വളരെ കൃത്യമായിട്ട് അറിയുന്ന നീ ഇത്തരത്തിൽ തീവ്രവാദ പ്രവർത്തനം ചെയ്യുന്ന നിങ്ങൾ ഇത് ചോദിക്കാൻ യാതൊരു യോഗ്യതയില്ല. ഇങ്ങനെ പട്ടിയെ പോലെ കുറയ്ക്കാൻ ഇപ്പോൾ ആൾക്കാരെല്ലാം പേപ്പറ്റി വിളിക്കുന്നതുകൊണ്ട് മനസ്സിലാക്കാണല്ലോ. പട്ടിയെ പോലെ കുറയ്ക്കാൻ താല്പര്യമില്ല. നമുക്ക് 2 വാദങ്ങളായിട്ട് എടുക്കാം. ഞാൻ വെച്ചിരിക്കുന്ന 2 വാദങ്ങൾ, ഒന്ന് മുഹമ്മദ് ഒരു അടിമ പോവുകയും ഒരു ശിശു പോവുകയാണെന്നാണ്. അത് ചാലഞ്ച് ആണെങ്കിൽ അർഷി ചാലഞ്ച് ചെയ്ത് തെളിവ് കൊടുക്കും. ചാലഞ്ച് ചെയ്യാൻ അർഷിനെ പറ്റുന്നില്ല, പിടുക്കിങ്ങനെ വരച്ചോണ്ടിരിക്കുകയാണ്. എന്നെ പറ്റി വെച്ച വാദം, ഞാൻ അവർക്ക് ഫോൺ മേടിച്ചു കൊടുത്തു, ഞാൻ ഷെറിന്റെ ഭർത്താവിനെ പറ്റി പറഞ്ഞപ്പോൾ MNK പിടിക്കാം എന്ന് പറഞ്ഞതാണ്. ഈ 2 വാദങ്ങളെയും ഞാൻ എഴുന്നേറ്റ് ചാലഞ്ച് ചെയ്യുകയാണ്. അപ്പോൾ ഇത് പറയാതെ സുറുമിയെന്നോ ഓട്ടം എന്തൊക്കെയോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇവിടെ 2 പേര് വെച്ചിരിക്കുന്ന വാദങ്ങളാണ്. എല്ലാവരും കേൾക്കുക. മുഹമ്മദ് ശിശു പോയി ഒരു അടിമ പോയി കൊച്ചുകുട്ടിയെ പീഡിപ്പിച്ചാണ്. ഈ 2 വാദങ്ങൾ ചാലഞ്ച് ചെയ്യാതെ എന്നെ പറ്റി പറഞ്ഞ കാര്യങ്ങൾ ഞാൻ ചാലഞ്ച് ചെയ്യുകയാണ്. അതിനുള്ള തെളിവ് ഇപ്പോൾ വയ്ക്കുക, അല്ലെങ്കിൽ അർഷിന് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. ഈ 2 എല്ലാവരും കേൾക്കുക. 2 വാദങ്ങൾ 2 എടുത്തുള്ളൂ. ഒന്ന് ഞാൻ പറഞ്ഞു മുഹമ്മദ് ശിശു പീഡകനും ഒരു അടിമ പോവുകയാണ്. അർഷ് പറയുന്നു ഞാൻ സൂസന്റെ തങ്കത്തിന്റെ ഹസ്ബൻഡ് കേസ് പറഞ്ഞപ്പോൾ MNK പിടിക്കാന്ന് പറഞ്ഞു. ഈ സാധനവും വേറെ ആർക്കും ഞാൻ ഫോൺ മേടിച്ചു. ഈ 2 സാധനം എന്നെ പറ്റി പറഞ്ഞ കാര്യമാണ്. ഇത് 2 ചാലഞ്ച് ചെയ്തു. അല്ലെ വല്ലവരുടെ പേര് പറഞ്ഞു ചാലഞ്ച് ഉസ്മാൻ ലീഡ് കാര്യം പറയാണ്. ഉസ്മാൻ ലീഡും ഗ്രേസിന്റെ കാര്യം പറയാണ്. ഓക്കെ ഞാൻ പറയാം. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞ കാര്യം കൃത്യമായിട്ട് കേട്ടോ. ഇവിടെ ഇതുവരെ ഇൻസിസ്റ്റ് പോലും പിന്നെ തെറ്റാണെന്ന് പറയാൻ പറ്റാത്ത വ്യക്തി, ഇതുപോലും ഈ പറഞ്ഞ പെങ്ങളെ പോയിക്കുന്നത് തെറ്റാണെന്ന് പറയാൻ പറ്റാത്ത ആളും, അതേപോലെ തന്നെ ഈ പറയുന്ന ഒരു തെറ്റിനെയും തെറ്റാണെന്ന് പറയാൻ പറ്റാത്ത ഈ തീവ്രവാദിയാണ് ഇവിടെ പറയുന്നത് ഇതൊക്കെ തെറ്റാണെന്ന്. ഈ എമ്മിന്റെ മുല കുടിക്കുന്ന കാര്യങ്ങളൊക്കെ, അതായത് പെണ്ണുങ്ങളെ പീഡിപ്പിക്കുന്നത്, സ്വന്തം മാതാവിനെ നോക്കി റോക്കറ്റ് വിടുന്ന പറഞ്ഞ ഒരു കാലത്ത് ഈ നസീർ നാസിനെ തലയിൽ വെച്ച് നടന്നു. ഇപ്പൊ സുറുമിയുടെ കാര്യം ഏതോ സുറുമിയുടെ ഒക്കെ കാല് കഴുകി വെള്ളം കുടിച്ചാണ് ഓട്ടോയുടെ കൂടെ ഒരേ കക്കൂസിൽ തൂരിയവനായവൻ. അത് പറയാൻ ഇപ്പൊ ഞാൻ അങ്ങനെ എനിക്കറിയില്ല, ഇവർ കയറിയാണെന്ന് പറയാം. നാളെ ഇതേ ഷെറിനെ തള്ളി പറയും. അതേപോലെ ഇവർക്ക് തോന്നുമ്പോൾ സ്വന്തം മാതാവിനെ തള്ളി പറയും. ഒരു ക്രെഡിബിലിറ്റി ഇല്ല, ഒരു മൊറാലിറ്റി ഇല്ലാത്ത ഇവരെ പോലത്തെ തീവ്രവാദികളാണ് ഞാൻ ഇസ്ലാം പറഞ്ഞു കൊടുക്കുന്നത്. ഇസ്ലാം പറയാൻ ഒന്നാമത് ഞാൻ പണ്ഡിതനല്ല, അത് പണ്ഡിതൻ ചോദിക്കേണ്ട കാര്യമാണ്. ഇതൊക്കെ കഴിഞ്ഞ 4 വർഷമായിട്ട് കറിയാണ്. സെയിം സാധനം മുല കുടിച്ചു കര പിടിച്ചു ഇതൊക്കെ പറഞ്ഞു അടുത്ത കാര്യമാണ്. പൊന്നുമോനെ, നീ പുതിയ തീവ്രവാദത്തെ കുറിച്ചും പുതിയ പെണ്ണുപിടിനെ കുറിച്ചും ഓട്ടോടെ പെണ്ണെ കുറിച്ച് പറ. പുതിയ കഥയിലേക്ക് വാ, പറഞ്ഞത് റിപ്പീറ്റ് ചെയ്യില്ല മോനെ. അതല്ല ഒരു തെറ്റിനെ പോലും ഒരു റേപ്പിനെ പോലും ഇൻസിസ്റ്റിനെ പോലും തെറ്റാണെന്ന് പറയാൻ നീയാണോ ഇതൊക്കെ നീ ചാലഞ്ച് ചെയ്യുന്ന പ്രത്യേകത? ഒരു കാര്യം അത്ര സമയത്തിൽ നിന്ന് ആദ്യമായിട്ട് കേട്ടത്, ഒരു പാത്രത്തിൽ ഉണ്ട് ഒരു വായിൽ ഉറങ്ങിയതിലുപരി ഒരു ക്ലോസറ്റിൽ തൂറി. അത് വെറൈറ്റിയാണ്. ഫ്രഷ് ഞാൻ എന്റെ സമയമായി. നമ്മൾ വ്യക്തമായിട്ട് ചർച്ചയ്ക്ക് ഇരിക്കും അങ്ങനെയല്ല, വ്യക്തമായ വാദങ്ങൾ വെക്കുക, വ്യക്തമായ തെളിവുകൾ വെക്കുക എന്നുള്ളതാണ് ചർച്ചയുടെ രീതി. ഞാൻ പറഞ്ഞ 2 വാദങ്ങൾക്ക് എന്നെ ഈ എതിർ സംവാദകൻ ചാലഞ്ച് ചെയ്യുന്നില്ല. അദ്ദേഹം അത് കൺസീഡ് ചെയ്യണം. പിന്നെ പറഞ്ഞത് പണ്ഡിതനോട് ചോദിക്കൂ, അതിന്റെ കൊച്ചാപ്പാടി ചോദിക്കുന്നൊക്കെയാണ് പറയുന്നത്. ഞാൻ വ്യക്തമായി പറഞ്ഞു, ഞാൻ ചാലഞ്ച് ചെയ്യണം. ഇത്രയും നാൾ ഇസ്ലാമിന് വേണ്ടി എന്ന് പറഞ്ഞ് ക്ലബ് ഹൗസിൽ ഇവിടെ എല്ലാവരെയും മുമ്പിൽ പോയി പൊട്ടിത്തെറിച്ച് കരഞ്ഞെടുത്തിട്ട് 2 വാദങ്ങൾ നിന്നെ ഇരുത്തിക്കൊണ്ട് നിന്റെ പ്രവാചകനെ ഇരുത്തി അധിക്ഷേപിച്ചിട്ട് അതിനെതിരെ വാ തുറക്കാനോ അതിനെ ചാലഞ്ച് ചെയ്യാനോ പറ്റാതെ നീ എന്റെ മുമ്പിൽ നിന്ന് പെടക്കുവാണ്. മനസ്സിലായി? നിന്റെ മുമ്പിൽ എന്ന് പറയാണ് മുഹമ്മദ് എന്നെ നീ PDF കുഞ്ഞെന്ന് വിളിക്കും. നിന്റെ മുമ്പിൽ നിന്ന് പറയുന്നത് മുഹമ്മദ് ശിശുഭോഗിയാണ്, നിന്നെ ചാലഞ്ച് ചെയ്യും. ഇപ്പൊ പ്രൂവ് ചെയ്തരാം. പക്ഷേ ഞാൻ ഫോൺ കൊടുത്തു പറഞ്ഞ കാര്യം നിന്നെ ഞാൻ ചാലഞ്ച് ചെയ്യുന്നു. പക്ഷേ നിനക്ക് തെളിവ് വയ്ക്കാൻ പറ്റുന്നില്ല. നീ എന്താണ് പറയുന്നത്? ഓട്ടോന്നോ ബസ്സെന്നോ എന്തൊക്കെയോ പറഞ്ഞ് ബഹളം ഉണ്ടാക്കിയാണ്. ഈ കാര്യത്തിന് വ്യക്തമായി നീ ഇസ്ലാമിന് വേണ്ടിയാണ് ക്ലബ് ഹൗസിൽ വരുന്നു, ഇസ്ലാമിന് വേണ്ടി നീ വാദിക്കുന്നു. പക്ഷേ മുഹമ്മദിനെ നിന്നെ മുന്നിലെത്തി പറഞ്ഞിട്ട് നിനക്ക് എതിർക്കാനോ അതിനെ ചാലഞ്ച് ചെയ്യാനോ പറ്റാതെ നീ പണ്ഡിതനോട് ചോദിക്കും ഇസ്ലാം വിട്ടു എന്നൊക്കെ പറയാണ്. മര്യാദക്ക് നാറുമാനമില്ലാതെ സെയിം കാര്യം റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. പൊട്ടാൻ എടാ പൊട്ട, ഒരു മൊറാലിറ്റി ഇല്ലാതെ ഒരു സ്വന്തം ഇൻസിസ്റ്റ് പോലും തെറ്റാണെന്ന് പറയാൻ നീ എന്താണ് മൊറാലിറ്റി സംസാരിക്കുന്നത്? ആദ്യം എന്ത് പൊട്ടത്താണ് നീ പറയുന്നത്? നീ എന്ത് കാര്യം വീണ്ടും ചർച്ച ചെയ്യുന്നത്? ഇതൊക്കെ ചർച്ച ചെയ്ത് കഴിഞ്ഞ കാര്യമാണ്. ഇതൊക്കെ ചർച്ച ചെയ്യേണ്ടത് എന്നോടല്ല. ഒരു കാര്യം കൂടി എനിക്ക് പറയാനുള്ളത്, ഇസ്ലാമിനെ കുറിച്ച് ഒരുപാട് സംസാരിച്ചു. ഇസ്ലാമിനെ കുറിച്ച് ഒരുപാട് പൊട്ടിത്തെറിക്കുന്ന വ്യക്തിയാണ് ഞാൻ. ഇസ്ലാമിനെ കുറിച്ചോ ഇസ്ലാമിന്റെ ദാവത്തിനെ കുറിച്ചോ ഒരു
കാര്യമെങ്കിലും ഈ പറഞ്ഞതുപോലെ ചെയ്ത കാര്യം ഇവൻ ഇവിടെ തെളിയിച്ചു കഴിഞ്ഞാൽ ഇവൻ പറഞ്ഞ ചോദ്യം എടുക്കാൻ റെഡിയാണ്. ഈ കഴിഞ്ഞ 4 വർഷമായിട്ട് ഇസ്ലാം എന്താണെന്നോ ഇസ്ലാമിന്റെ ദാവത്തോ ഇസ്ലാം അങ്ങനെയാണെന്നോ ഇങ്ങനെയാണെന്നോ ഒന്നും പറഞ്ഞ ഈ പറഞ്ഞ എമുക്കൾ എന്ന് പറഞ്ഞ തീവ്രവാദികൾ, ഇവർ തീവ്രവാദികളാണ്, ഇവർ പെൺകുടിയന്മാരാണ്, ഇവർ ഈ പറയുന്ന സ്വന്തം ഭർത്താവിനെ കൊല്ലം നടക്കുന്ന ഷെറിൻ റാഷിനെ പോലെ അടിമസ്ത്രീയാണ്, സ്വന്തം സ്ത്രീകളെ പറ്റി മുസ്ലിം സ്ത്രീകളെ പറ്റി കല്യാണം കഴിച്ച് അവരെ യുക്തിവാദിയാക്കുന്ന ഒരു തരം മാനസിക രോഗികളാണ് ഇവന്മാർ, ഇവർ ക്രിമിനൽസ് ആണ് എന്നാണ് ഞാൻ വാദിച്ചിട്ടുള്ളത്. അല്ലാതെ എന്റെ ജോലി ഇസ്ലാമിനെ കുറിച്ചല്ല. ഇസ്ലാമിനെ കുറിച്ച് ഏതെങ്കിലും ഒരു റൂമിനകത്ത് ഞാൻ നബീൽ പറയുന്നത് പോലെയോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും വ്യക്തി പറയുന്ന പോലെ പറഞ്ഞിട്ട് തെളിയിച്ചെങ്കിൽ ഈ പറഞ്ഞ വാദം എടുക്കും. ആ തെളിയിക്കാതെ ഒരു കാര്യമുണ്ട്. പൊട്ട ഈ അടുത്ത നീ എടുത്തോ. എനിക്ക് പറയാനുള്ളത് സഹീഹ് ബുഖാരിയുടെ ബനു മുസ്തലിഖ് ഗോത്രത്തിൽ നിന്ന് തിരിച്ചു വരുന്നുള്ള ഒരു യുദ്ധകാല ഹദീസ്, യുദ്ധത്തിൽ തിരിച്ചു വരുന്ന വഴി തിരിച്ച് മക്കയിലോട്ട് പോകുമ്പോൾ അത് അവൻ വലിവ് വിളിക്കുന്നവിടെ കേൾക്കാം, ആസ്മ. ഓക്കെ, ഞങ്ങൾ ബനു മുസ്തലിഖ് ഗോത്രത്തിൽ നിന്ന് പുറപ്പെട്ടപ്പോൾ ഏതാനും അറബ് വനിതകളെ ബന്ദികളാക്കിയിരുന്നു. അവർ അതീവ സുന്ദരികളായിരുന്നു. വിഭാര്യത്വം ഞങ്ങൾക്ക് നന്നേ ക്ലേശകരമായിരുന്നു. അങ്ങനെ ഞങ്ങൾ പോകവേ ഒരു പനങ്കൂട്ടത്തിന്റെ അടിയിൽ ഞങ്ങൾ ചെന്നിരുന്നു. വെയിൽ കാരണം ക്ഷീണിതരായി അവിടെ ഞങ്ങൾ റെസ്റ്റ് ചെയ്തു. അപ്പോൾ ഞങ്ങൾ ആ സുന്ദരികളിൽ ആസക്തരായി. ഞങ്ങൾ അവരെ പ്രാപിച്ചു. ഞങ്ങൾ അവരുമായിട്ട് ശരീരം ഭോഗിക്കാൻ തുടങ്ങി. അപ്പോൾ ഭോഗിക്കവേ ഒരു സഹാബിക്ക് ഡൗട്ട് വന്നു, അകത്തോട്ട് കളയണോ വെളിയിലോട്ട് കളയണോ ശുക്ലം എന്ന്. അപ്പോൾ പറഞ്ഞു, ഇതിന്റെ ശുക്ലം സ്പെഷ്യലിസ്റ്റായ മുത്തനബി ഉണ്ടോ, അദ്ദേഹത്തിനോട് ചോദിക്കാം എന്ന് പറഞ്ഞു. അതായത് ഈ പറയുന്ന എന്തോ പൊട്ടത്തിനെ വിളിച്ച് ഒരു ചോദ്യം ഞാൻ അങ്ങോട്ട് ചോദിച്ചോട്ടെ. ഇതൊക്കെ കഴിഞ്ഞിട്ട് നിങ്ങൾ എല്ലാവരും പള്ളി കവർ തന്നെ ഇടേ. ഞാൻ പറഞ്ഞു ഷെഫീന. ഓക്കെ, അതായത് ഞാൻ വളരെ ഷെഫീന പോയി കഴിഞ്ഞാൽ എനിക്ക് സംസാരിക്കാൻ പറ്റില്ല, ഉറപ്പാണ്. എന്നെ പിടിച്ച് ഇവിടെ മ്യൂട്ട് ചെയ്യും, താഴെ ഇടും, ഉറപ്പാ. ജിന്ന് സൂരജും കൂടി ചെയ്യും. ഓക്കെ, ഷെഫീന ഇറങ്ങി അവിടെ നടക്കും, ഉറപ്പാണ്. നിനക്കറിയാം, എനിക്ക് നന്നായിട്ട് അറിയാം. അയ്യോ ഷെഫീന പോവല്ലേ. ഞാൻ കാര്യം പറഞ്ഞേക്കാം. അതായത് ഞാൻ പറഞ്ഞ കാര്യം വളരെ കൃത്യമായിട്ട് പറയുന്ന സമയത്ത് ഇസ്ലാമിന്റെ കാര്യം പോലെ പ്രസംഗിച്ച് അതിന് തെളിവെക്ക്. അതിനുശേഷം ഞാൻ ഇസ്ലാമിനെ ഡിഫെൻഡ് ചെയ്യുന്നത് പറയാം. ഞാൻ കൃത്യമായിട്ട് പറഞ്ഞു, ഞാൻ മുസ്ലിം വിശ്വാസിയാണ്. അതിനപ്പുറം ഇസ്ലാമിനെ കുറിച്ച് പറയാൻ ഞാൻ ആരുമല്ല. എനിക്ക് ഇസ്ലാമിനെ ഒന്നും അറിയില്ല. അതാണ് ഒന്നാമത്തെ കാര്യം. വീണ്ടും അത് പറയുന്ന സമയത്ത് ഇവരുടെ ക്രിമിനൽ ആക്ടിവിറ്റിയെ കുറിച്ച് പറയുന്ന സമയത്ത് മുസ്ലിം സ്ത്രീകളെ പറ്റിച്ച് കല്യാണം കഴിച്ച് യുക്തിവാദിയാക്കി മാറ്റണം എന്ന് പറഞ്ഞ ഓഡിയോ നമ്മുടെ കയ്യിലുണ്ട്. സ്വന്തം ഭർത്താവിനെ കൊല്ലാൻ ശ്രമിക്കുന്ന, അതായത് തലക്ക് ഭ്രാന്ത് പിടിച്ച് മൂത്ത് ഒരു ഭദ്രകാളിയെ പോലെ ഭ്രാന്ത് പിടിച്ച് നടന്നിട്ട് ഞാൻ ഈ പറയുന്ന ഭർത്താവിനെ കൊല്ലം നടക്കാനും മരുന്ന് ഉറക്കോട് കൊടുത്തിട്ട് അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് സ്വന്തം മക്കളെയും ഭർത്താവിനെ അവരുടെ കൂടെ ടൈം പോലും സ്പെൻഡ് ചെയ്യാൻ പറ്റാതെ 24 മണിക്കൂർ മെന്റൽ ഓർഗാസിന് വേണ്ടി ഈ പറഞ്ഞ ചെറ്റകളെ കൂടെ ഇരുന്നിട്ട് ഈ പറഞ്ഞ ഇസ്ലാമിനെ അവഹേളിക്കുന്ന ഒരുതരം മാനസിക ഡിപ്രഷനിലെ പെണ്ണാണ് ഈ പറഞ്ഞ ശരിയാശി. എന്റെ ഡിപ്രഷൻ ഞാൻ കള്ളമല്ല, ഇവർക്ക് ഡിപ്രഷൻ ആണെന്ന് പറഞ്ഞ ഓഡിയോ എന്റെ കയ്യിലുണ്ട്. അത് ഞാൻ അപ്ലൈ ചെയ്താണ്. അത് ശിവക്ക് മാത്രമല്ല സുമയ്യാക്കും ഡിപ്രഷൻ ഉള്ള കാര്യം പറയാണ്. ഈ ഡിപ്രഷൻ രോഗികളെ നിങ്ങൾ ചികിത്സിക്കും മക്കളെ. എന്നിട്ട് നിങ്ങൾ ഹദീസ് വായിക്കും, എന്നിട്ട് ഹദീസ് വായിക്കും. താഴെ നിന്റെ തോന്നൻ ഭർത്താവ് ഇതിൽ നിന്ന് ഞാൻ പറയുമ്പോൾ എന്തോ പറയാൻ വന്നതാണ്. നെജിമോൻ എന്ന അവസരം കൊടുക്ക്. ഒരു ടീ ബ്രേക്ക് ആവാം. ഒന്നാമത്തെ കാര്യം ഒരു ട്രോമ കൊണ്ടാണ് എല്ലാവരും അടിമ. കാര്യം ഇസ്ലാമിൽ ഇന്നും ഹലാലായ ഒരു കാര്യമാണ്. അതിന്റെ പ്രവാചകർ ഒരുപാട് അടിമ സ്ത്രീകളെ മാറി ഭോഗിച്ചിട്ടുള്ള ഒരു മാനവരിൽ മനോഹരനാണ്. ഇപ്പൊ ഇവിടെ നമുക്ക് അർച്ച പറഞ്ഞ വാദത്തിൽ നിന്ന് എന്താണ് മനസ്സിലാക്കേണ്ടത്? എനിക്ക് ഇസ്ലാമിനെ പറ്റി അറിയത്തില്ലേ, നമുക്കൊന്നും അറിയത്തില്ല, ഞാനൊന്നും അറിയത്തില്ല. അതിന്റെ അർത്ഥം എന്താണ്? ഒന്നല്ല ഇതാണ്, അവന്റെ പ്രവാചകൻ ഒരു ശിശുഭോഗിയാണോ എന്ന് അവൻ അറിയില്ല. അവനോട് തർക്കമുള്ള കാരണം അവൻ ഉറപ്പില്ല, അവൻ ഈസ് നോട്ട് ഷുവർ, അവൻ അറിയില്ല. അല്ലെങ്കിൽ നല്ലൊരു വാദമാണ്, എന്റെ പ്രവാചക കൊച്ചിനെ പിടിപ്പിച്ചിട്ടുണ്ടോ എനിക്ക് അറിയില്ലെന്ന് പറയാം. പക്ഷേ അല്ലെങ്കിൽ അവൻ ചാലഞ്ച് ചെയ്യണം. എന്റെ പ്രവാചകനെ സ്നേഹിക്കുന്ന ഏതൊരു മുസ്ലിം ആണെങ്കിലും ഇപ്പൊ എന്നെ ചാലഞ്ച് ചെയ്യും. അവർ പറയും, എടാ നീ പറഞ്ഞത് ശരിയാത്തില്ല, ഞാൻ നിന്നെ ചാലഞ്ച് ചെയ്യുന്നു, തെളിവ് വരാൻ പറയും. അങ്ങനെ അർച്ച് ചോദിക്കുന്നില്ല. പകരം എന്താണ് ചെയ്യുന്നത്? എനിക്ക് അറിയില്ല എന്ന് പറഞ്ഞത് പ്രവാചക ശിശുഭോഗിയാണോ എന്ന് എനിക്ക് അറിയില്ല. രണ്ടാമത്തിലേക്ക് പോകും. ഇനി പ്രവാചകനെ പറയുമ്പോൾ ഇവർ എന്തുകൊണ്ടാണ് പെടുത്തിരിക്കുന്നത്? അതായത് സ്വന്തമായിട്ട് ഒരു ഹദീസാണ്, ഒരാളുടെ ഒരു അടിമസ്ത്രീകളാണ് ഇവരുടെ ചരിത്രത്തിൽ ഒരുപാടുള്ള 2 കുട്ടികളെ നൽകിയിട്ടുള്ള അടിമസ്ത്രീ പ്രവാചകനെ കുറ്റം പറഞ്ഞു എന്ന ഒറ്റ കാര്യത്തിൽ ആ സ്ത്രീയുടെ വയറ് കുത്തി കീറി ആ ചോര ഒരു കുഞ്ഞിന്റെ മുഖത്ത് വീണ് അർത്ഥമായിട്ട് ബാക്കി പറയാം. നോക്കിക്കോ. ഒരാൾക്ക് സംസാരിച്ചിട്ട് എടുത്തോ. നിങ്ങൾ എല്ലാവരും പള്ളി പറമ്പിൽ തന്നെ അടക്കുന്നത്. ഇല്ലില്ല, നമ്മളിവിടെ അപ്പൊ ഈ പറഞ്ഞ കാര്യം പറഞ്ഞോ. ഓക്കെ, ഈ പറഞ്ഞ കാര്യം മനസ്സിലാക്കണം. ഇത് വീണ്ടും വേണ്ടി പൊട്ടൻ ഈ മണ്ടനെ പോലെ വീണ്ടും ഹദീസ് ഖുർആൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ആരോടെ പറയുന്നത്? ഈ കാര്യത്തിൽ ഡിഫെൻഡ് ചെയ്യാത്ത ഇസ്ലാമിനെ കുറിച്ച് സംസാരിക്കാത്ത വ്യക്തിയോടാണ് ഈ കാര്യം പറഞ്ഞത്. ഇവന്റെ തീവ്രവാദം, ഇവന്റെ ക്രിമിനൽ ആക്ടിവിറ്റിയും മറക്കാൻ വേണ്ടിയിട്ട്, ഇവൻ അത് ഒളിപ്പിക്കാൻ വേണ്ടി ഇവൻ ഈ കാര്യം എടുത്തിട്ടാണ്. കാരണം അവന് അറിയാം അത് വന്നു കഴിഞ്ഞാൽ നാറെന്നറിയാം. അത് മാത്രമല്ല, ഞാൻ പലതവണ ഷെറിൻ അടിമസ്ഥയിൽ വിളിക്കാറുണ്ട്. അപ്പോൾ എല്ലാവരും പറയും അങ്ങനെ വിളിക്കുന്നത് തെറ്റാണെന്ന്. ഇപ്പോൾ തന്നെ കണ്ടില്ലേ, ഷെറിൻ 2-3 തവണ മൈക്രോഫോൺ മ്യൂട്ട് എന്ന് പറയുമ്പോൾ ഒരു അടിമ സ്ത്രീയെ പോലെ മ്യൂട്ട് ചെയ്തിരുന്നു. അതാണ് ഇതിന് തെളിവ്. ഇതേപോലെ എല്ലാ സ്ത്രീകളും അവർ സംസാരിക്കാൻ കഴിവില്ലാത്തവരാണ്, അവർ വെറും പട്ടികളാണ് എന്ന് കാണിക്കുന്ന ഒരു മാനസിക രോഗിയാണ് ഈ പറഞ്ഞ അമൽ എന്ന് പറയുന്ന തീവ്രവാദി.
മിണ്ടായിരിക്കും, നിന്റെ ഭാര്യയായിരിക്കും. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞ കാര്യം, ഈ പറയുന്ന തീവ്രവാദികൾ വളരെ കൃത്യമായിട്ട് ഈ സ്ത്രീകളെ ബ്രെയിൻ വാഷ് ചെയ്തുകൊണ്ട് അവരെ മൈക്കിൽ പോലും സംസാരിക്കാൻ അനുവദിക്കാതെ ഒരു അടിമ സ്ത്രീയെ പോലെ വെച്ചിട്ടാണ് അടിമഭോഗം എന്ന് പറയുന്നത്. നാണോ ഇല്ലാത്തവൻ. ഇൻസിസ്റ്റിനെ പോലും തെറ്റാണെന്ന് പറയാൻ പറ്റാത്ത അമൽ എന്ന് പറഞ്ഞ PDF മോൻ എന്ന് ഞാൻ പറഞ്ഞില്ല, സ്വയം പറഞ്ഞതാണ്. എന്റെ ഫാദറും എന്റെ ഗ്രാൻഡ് പാരൻസും PDF ആണ് എന്ന് പറഞ്ഞവനാണ്. അതുകൊണ്ടാണ് എനിക്ക് PDF മോനിന് പോലും പേര് വേണ്ടത്. നിന്റെ പിതാവും നിന്റെ ഗ്രാൻഡ് പാരൻസിന്റെ ചെറിയ പ്രായത്തിൽ കല്യാണം കഴിച്ചില്ല, അവരും PDF ആണെന്ന് പറഞ്ഞതിന്റെ ഓഡിയോ നമ്മൾ പ്ലേ ചെയ്താണ്. ആ PDF കുഞ്ഞാണ് ഇവിടെ കിടന്ന് സ്ത്രീകളെ ഭരിക്കുന്നത്. നാണോ ഇല്ലാത്തവൻ. നമ്മൾ ചർച്ചകളിൽ എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും ഷെഫിനെ മ്യൂട്ട് ചെയ്ത് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്ന കാര്യമാണ്. അപ്പോൾ അർച്ചന മനസ്സിലാക്കുക ആദ്യം അടിമത്തമാണ്. കാര്യം അവർ ചരിത്രത്തിൽ ഉടനീളം അവരെ മതം കാണിച്ചു കൊടുത്തതും പ്രവാചനം ചെയ്തതും ഇസ്ലാം പഠിപ്പിച്ചതുമായ അടിമത്തമാണ് മനസ്സിലാദ്യം വരിക. അങ്ങോട്ടും ഇങ്ങോട്ടും ഫ്രണ്ട്സ് തമ്മിൽ മൈക്ക് മ്യൂട്ട് എന്ന് പറഞ്ഞാലും അവൻ അടിമത്തത്തിലേക്കാണ് അർച്ച ആദ്യമായി ഓടിയിരുന്നത്. ഇവിടെ മനസ്സിലാക്കേണ്ട കാര്യം, പ്രവാചകനെ പറ്റി പറഞ്ഞിട്ട് അർച്ച ചാലഞ്ച് ചെയ്യുന്നില്ല. പിന്നെ ഇന്നലെയും ഇസ്ലാമിനെ ഡിഫെൻഡ് ചെയ്യാനായിട്ട് ഖുറാനായത്ത് വിട്ട് നാസർ കുടുംബത്തിന്റെ റൂമിൽ പോയ വ്യക്തിയാണ്. അവിടെ ഖുറാനായത്തുകൾ ഒതുകയും ഇസ്ലാമിന് വേണ്ടി വാദിച്ചിട്ട് ഇവിടെ അയ്യോ നമുക്ക് ഇസ്ലാമിനെ പറ്റി ഒന്നും അറിയത്തില്ല എന്ന് പറയുന്നത് ഒളിച്ചോട്ടമാണ്. കാര്യം എന്റെ മുമ്പിൽ ഇരുന്ന് ഇസ്ലാം പറഞ്ഞാൽ നീ ഇവിടെ പെടും. രണ്ടാമത്തെ കാര്യം, എന്നെ PDF എന്ന് വിളിച്ചു, പെഡോഫൈൽ. അതായത് ഈ ചർച്ചയും ഈ വിഷയവും ചർച്ച ചെയ്യാൻ തയ്യാറാണ്. ഞാനാണോ ഇവന്റെ പ്രവാചകനാണോ ഒരു പൊട്ടൻഷ്യൽ പെഡോഫൈൽ ആകാനുള്ള സാധ്യത? ഒരു 6 വയസ്സുള്ള കൊച്ചിനെ കെട്ടിയത് ആരാണ്? അതേപോലെ മുട്ടിലെഴുതുന്ന കൊച്ചിനെ നോക്കിയിട്ട് എവിടെ വലുതാകുമ്പോൾ ഞാൻ കെട്ടിക്കോളാം എന്ന് പറഞ്ഞ ആരാണ്? ഞാനാണോ? അല്ല, അർച്ചന്റെ പ്രവാചകനാണ്. അപ്പോൾ ഈ വിഷയം ചർച്ച ചെയ്യാൻ ഞാൻ തയ്യാറാണ്. ഞാനാണോ മോഹമാണോ പൊട്ടൻഷ്യൽ പെഡോഫൈൽ? ആ വിഷയം ചർച്ച ചെയ്യാം. ഞാനാണോ മോഹമാണോ ഒരു അടിമഭോഗി അല്ലെങ്കിൽ ശിശുഭോഗി എന്ന വിഷയം ചർച്ച ചെയ്യാൻ തയ്യാറാണ്. വീണ്ടും ഇവരെ തീവ്രവാദം മറക്കാൻ വേണ്ടി ഇവൻ തുടങ്ങുന്ന പരിപാടി എന്താണെന്നറിയോ? ഇസ്ലാമിന്റെ കാര്യം ചർച്ച ചെയ്യാൻ. ഞാൻ പറഞ്ഞു ഇല്ല, ഇസ്ലാമിന്റെ കാര്യം ഞാൻ ചർച്ച ചെയ്യാറില്ല. ഈ പറഞ്ഞ തീവ്രവാദി സ്പെഷ്യലി ചർച്ച ചെയ്യില്ല. എനിക്ക് അറിയാമെങ്കിൽ കൂടി ഇതുപോലത്തെ തീവ്രവാദി, സ്വന്തം മാതാവിനെ പോലും തെറ്റാണെന്ന് പറയാൻ പറ്റാത്ത ഇതുപോലത്തെ തീവ്രവാദിനോട് ഞാൻ ഒരു മതവും ചർച്ച ചെയ്യാൻ റെഡിയല്ല. കാരണം ഇവരുടെ മൊറാലിറ്റി ഇല്ല. ഇവൻ എന്ന് പറയുന്നത് കുറേ കാലം ഈ പറഞ്ഞ ഷെറിനും അതേപോലെ തന്നെ ഓട്ടോ പിന്നെ വേറെ ആരാണ് റൌഫും ഈ പറഞ്ഞ LJ കുൽജെ അതേപോലെ UV ഒക്കെ ഒരേ കക്കൂസിലിരുന്ന് തൂറിയ മക്കളാണ്. ഒരേ ക്ലോസറ്റിനകത്ത് തൂറി എൻജോയ് ചെയ്ത ആൾക്കാരാണ്. ഇപ്പോൾ UV എവിടെ പട്ടിയെ പോലെ വിട്ടു. അതേപോലെ തന്നെ എല്ലാ ഓട്ടോനെ ഒരു റേപ്പിസ്റ്റ് ആക്കി മാറ്റി. അവരായിട്ട് യാതൊരു ബന്ധമില്ലെന്ന് പറഞ്ഞ് ഈ തീവ്രവാദം ഇവിടെ നിലനിൽക്കെ, ഈ പെണ്ണുങ്ങളെ പീഡനം ഇവിടെ നിലനിൽക്കെ ഈ പറഞ്ഞ ഏതോ കഥകൾ വിളിച്ച് പറയാണ്. ഇവൻ തന്നെ പറയാണ് പ്രവാചകനെ ജീവിച്ചിരിപ്പില്ല, അങ്ങനത്തെ മതമില്ല, ഇതൊക്കെ കള്ളമാണ് എന്ന് പറഞ്ഞവൻ വീണ്ടും വായിക്കാൻ. എന്തുകൊണ്ടാണ്? ഇത് ഒളിച്ചോട്ടമാണ്. ഇവിടെ ക്രിമിനൽ ആക്ടിവിറ്റി. ഇനിയും ഇവൻ ഒന്നാമത്തെ കാര്യം ഭോഗിക്കാൻ ഇവൻ അറിയില്ല. അതില്ലാന്ന് എനിക്ക് തോന്നുന്നത്. അത് കൃത്യമാണ്. കാരണം സൂസൻ ഇവരെ പട്ടിയെ പോലെ വിളിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി എനിക്ക് യാതൊരു ക്വാളിറ്റി ഇല്ലാന്ന്. ഇവർ ഒരു പട്ടിയെ പോലെ കുറക്കാനല്ലാതെ ഒരു പെണ്ണിനെ കിട്ടാനും പോകുന്നില്ല. ഇപ്പൊ ശരി പറഞ്ഞു ഈ വിഷയം ഓഡിയൻസ് ക്ലിയർ ആയി. നമുക്ക് അടുത്ത വിഷയത്തിൽ ഈ വിഷയം എനിക്കൊരു ഈ ഡിബേറ്റിൽ താങ്ക് യു സോ മച്ച്. അപ്പൊ ഞാൻ ഇറങ്ങിക്കോട്ടെ. ഷെഫിനെ അറിയുന്നത് ഞാൻ ഇറങ്ങിക്കോട്ടെ. ഭയങ്കര സത്യം. ഞാൻ പറയുന്നത് ഇത്രയേ ഉള്ളൂ. ഇവിടെ അർച്ച ഇരുന്നിട്ട് എന്തായാലും അർച്ചന അംഗീകരിക്കുന്നു, എന്തായാലും ഇങ്ങനെ പിടിച്ചു നിൽക്കാൻ സാധിച്ചില്ല, അംഗീകരിക്കുന്നു. പക്ഷേ അർച്ച ചെയ്തത് എൻ്റെ ഒരു സുഹൃത്തിന്റെ പേര് എടുത്തിട്ട് പീഡകൻ വിളിച്ചു. അത് ഷെഫീഖിന്റെ പേരാണ് എടുത്തിട്ട് പറഞ്ഞത്. അത് അർച്ചന് ഒരു തെളിവില്ല അയാളുടെ പേരിൽ പീഡന കേസ് ഉണ്ടെന്നുള്ളതിന്. ഒരു തെളിവില്ല. അയാളുടെ പേര് ഉപയോഗിച്ചിട്ട് പീഡകൻ എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് തോന്നിയാസം വിളിച്ച് പറയരുത്. ഇല്ലാത്ത കേസ് നീ ഡിഫെൻഡ് ചെയ്തിട്ടില്ല. ഞാൻ ഇസ്ലാമിന്റെ പ്രചാരണം നീ പറഞ്ഞ പേരിൽ ഷെഫീഖിന്റെ പേര് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വെറുതെ നുണ പറയരുത്. ഉള്ള തെളിവ് വെച്ചിട്ട് വർത്താനം പറയാം. അയാളുടെ പേരിൽ പീഡന കേസൊന്നും നിലവിലില്ല. വെറുതെ പീഡകനാണെന്ന് പറയുന്നത് ബുദ്ധിമുട്ടാണ്. ഡിഫെൻഡ് ചെയ്യാൻ പറ്റും. അമലിന്റെ ഷർട്ട് തിരികെ കെട്ടിയില്ല. അമലിന്റെ ഷർട്ടിന്റെ വാരി തിരികെ കെട്ടിയില്ല. സൂര്യൻ എന്നെ കുറിച്ചാ പറഞ്ഞത്. അല്ല, സൂര്യൻ എന്നെ കുറിച്ചാ പറഞ്ഞത്. പ്ലേ ഷെഫിനെ കുറിച്ച് പ്ലീസ്. അല്ല, ഒരു മിനിറ്റ്.